الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെ പരിപൂർണമായി സ്വീകരിക്കുകയും നാളെ അവരുടെ പരിശുദ്ധമായ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച പണ്ഡിത സുഹൃത്ത് ഷമീർ മദീനി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് എന്ന് സവിസ്തരം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ ആരാണെന്നും എന്താണ് അവന് ഭൂമിയിൽ ചെയ്യേണ്ടതെന്നും അവൻ എന്നും ആ പോകുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ വിജയിക്കാൻ ആവശ്യമായ കാര്യം എന്താണ് എന്നും ഏത് അവസ്ഥയിലായി അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ വിശദീകരിക്കുവാൻ വേണ്ടി പ്രപഞ്ച സൃഷ്ടാവായ സകലത്തിനെയും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ മഹാനായ യേശുക്രിസ്തു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ഒരു ആമുഖമായി ഇങ്ങനെ പറയുവാനുള്ള കാര്യം, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനിയ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും നമ്മൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആദരപൂർവ്വം പറയുന്നത് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു വെറും വർത്തമാനമായി വിലയിരുത്തേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുവാനാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനില് 25ഓളം സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ് എന്നും ഈസാ നബി അലൈഹിസ്സലാം മസീഹാണ് എന്നും ഖുർആൻ വളരെ കൃത്യമായി പ്രസ്താവിക്കുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ ജനനം, ജീവിതം, പ്രബോധനം തുടങ്ങി മാത്രമല്ല ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ മുതൽ തന്നെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു വിഷയം. പരിശുദ്ധ ഖുർആനിലെ ആൽ ഇമ്രാൻ എന്നൊരു അധ്യായം നമുക്ക് കാണാം. ഇമ്രാന്റെ കുടുംബം അത് മറിയം ബീവിയുടെ കുടുംബമാണ്. സൂറത്ത് 19 വരുമ്പോൾ അവിടെ മറിയം ബീവിയെ കുറിച്ച്, മറിയം ബീവിയുടെ പേരിൽ തന്നെ ഒരു അധ്യായം നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും ആക്ഷേപാർഹമായ ധാരാളം പദപ്രയോഗങ്ങൾ നടത്തിയ യഹൂദന്മാരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബുഹ്താനൻ അളീമ, ഏറ്റവും ഗുരുതരമായ ആരോപണം അവർ ഉന്നയിച്ചതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടവരാണെന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മുസ്ലിം സമുദായം ഏത് വിധേന പരിഗണിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാണ്. ഇതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടും മാതാവിനെ കുറിച്ചും പുകഴ്ത്തി പറയുന്നതോടൊപ്പം തന്നെ അവർ ആദരവിന് അർഹരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നതോടൊപ്പം തന്നെ
എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ യേശുക്രിസ്തു ആരാധനയ്ക്ക് അർഹനല്ല, അഥവാ ദൈവമോ ദൈവത്തിന്റെ പുത്രനോ ആരാധനയ്ക്ക് അർഹനോ അല്ല എന്ന വിഷയം. ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ ഇടയിൽ പല വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ടെങ്കിൽ പോലും, അഭിപ്രായ വ്യത്യാസമുള്ള പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും ഗൗരവമേറിയ വിഷയം അടിസ്ഥാനപരമായ ദൈവവിശ്വാസം തന്നെയാണ്. ഞാനിവിടെ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത്, ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഗൗരവമാണെന്നുള്ള വിഷയം. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹു വൽ മസീഹു ഇബ്നു മറിയം, മറിയമിന്റെ മകനായ മിശിഹ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞവർ തീർച്ചയായും അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു, അവർ നിഷേധത്തിലായിരിക്കുന്നു. അതിന് കാരണമായി ഖുർആൻ പറയുന്നത് വഖാലൽ മസീഹ്, യഥാർത്ഥത്തിൽ മസീഹ് ലോകത്തിനോട് പറഞ്ഞത് യാ ബനി ഇസ്രായേല, അല്ലയോ ഇസ്രായേൽ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, നിങ്ങൾ ആരാധിക്കണം എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പഠിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് മാഇദയിൽ ഇത് കാണാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിനോട് വിയോജിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആമുഖമായി നമ്മുടെ ഈ ശീർഷകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു പ്രവാചകനോടുള്ള സ്നേഹം എന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ എന്ത് വേണം എന്ന് മഹാനായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള ഭാഗത്ത് കാണാം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ പ്രവാചകനായ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സ്നേഹം അനുയായികൾക്ക് ലഭിക്കണമെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാം ഏതൊരു വിധേയനെയാണോ ഈസാ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ച ദൈവത്തിനെ അനുസരിക്കുന്നത്, അതേപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഈസാ അലൈഹി ഇസ്ലാം പറയുന്ന വാക്കുകൾ അനുസരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. പ്രവാചകന്മാരുള്ള സ്നേഹം, ആദരവ് എന്ന് പറയുന്നത് അതിര് കടന്നുകൊണ്ട് അവർ പഠിപ്പിക്കാത്ത മറ്റൊരു മേഖലയിലേക്ക് പോകലല്ല, നേരെ മറിച്ച് അവർ പഠിപ്പിച്ചെടുത്ത് നിൽക്കുക എന്നതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആ ദൈവവിശ്വാസം തന്നെയാണോ പരിശുദ്ധ ഖുർആൻ വിമർശിച്ച ത്രിത്വൈക ദൈവവിശ്വാസം എന്ന് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അതിനായി ആമുഖമായി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകനല്ല. ധാരാളം പ്രവാചകന്മാരാൽ കൊണ്ട് അനുഗ്രഹീതമായ ആ സ്ഥലത്തിലേക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം വന്നത്. ആ നാട്ടിലെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ അവർ ആദരിക്കുന്ന ഏറ്റവും ശക്തനായ പ്രവാചകൻ എന്ന് അവർ കാണുന്ന ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ, അദ്ദേഹത്തിന് നൽകപ്പെട്ട തൗറാത്തിന്റെ ആ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ആഴ്ച 2 കൽപ്പന ഇങ്ങനെ കാണാം: ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിനെ ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകം അഥവാ ബൈബിളിന്റെ 2ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ കണ്ടാൽ നമുക്കിത് മനസ്സിലാക്കും. അതേപോലെ തന്നെ മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യമായി കാണാം: ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തന പുസ്തകം 6:4. യഹൂദ സമൂഹം അവരുടെ അഖീദയായിക്കൊണ്ട് എടുത്തു പറയുന്ന ഈ വാക്യമാണ്: ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇങ്ങനെ അടിസ്ഥാനപരമായി അടിയുറച്ച ഏകദൈവ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം നിയുക്തനാകുന്നത്. ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഉപദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക.
ഇവിടെ ഇദ്ദേഹം പറയുന്നത് ത്രിത്വേക ദൈവവിശ്വാസമാണോ, 3 പേരടങ്ങിയ ദൈവവിശ്വാസമാണോ, ഈസാ അലൈഹി ഇസ്ലാം ഉൾപ്പെട്ട ഒരു ദൈവവിശ്വാസമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ബയോഗ്രഫി റിപ്പോർട്ട് ചെയ്ത മാർക്കോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 28 മുതൽ 34 വരെയുള്ള ഭാഗത്ത് കാണാം, ബഹുമാന്യനായ ഈസാ അലൈഹി ഇസ്ലാം അവിടുത്തെ ജനങ്ങളോട് ധാരാളം വിഷയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൗറാത്തിൽ അവഗാഹമുള്ള ഒരു ശാസ്ത്രി അഥവാ ഒരു ആലിം, ഒരു പണ്ഡിതൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയിൽ ഇദ്ദേഹം തൃപ്തനാകുന്നു. ഇദ്ദേഹത്തിന്റെ അറിവിൻ പ്രകാരം അഥവാ തൗറാത്തിൻ പ്രകാരം ഈസാ അലൈഹി ഇസ്ലാം കൊടുത്ത മറുപടിയെല്ലാം തൃപ്തികരമാണ് എന്ന് ഇദ്ദേഹം വിലയിരുത്തി. അതിനുശേഷം ഇദ്ദേഹം ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞത് കൽപ്പനകൾ പ്രമാണിക്കുക വഴിയാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ ശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, മുഖ്യമായ കൽപ്പന ഏതാണ്? ധാരാളം നല്ല കാര്യങ്ങൾ നീ ഇവിടെ പറയുന്നുണ്ട്, പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഏറ്റവും മുഖ്യമായത് ഏതാണ്? യേശുക്രിസ്തു പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം. ഞാൻ നേരത്തെ മായിദയിൽ ഓതിയ അതേ ആയത്തിന്റെ അർത്ഥത്തിൽ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവത്തോടും സ്നേഹം, ഇതാകുന്നു മുഖ്യമായ കൽപ്പന. യേശുക്രിസ്തു പഠിപ്പിക്കുന്നു മാർക്കോസിന്റെ സുവിശേഷത്തിൽ. ശാസ്ത്രി യേശുവിനെ മറുപടി ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, നല്ലത് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ശ്രദ്ധിച്ചു കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞത് ഇസ്രായേലെ കേൾക്കാം, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവെന്നല്ല. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ, അതായത് ചോദിച്ച ശാസ്ത്രിയുടെയും എന്റെയും ഇസ്രായേൽ ജനങ്ങളുടെ മുഴുവൻ, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിങ്ങൾ ഞങ്ങളെ ആരാധിക്കാനല്ല, നിങ്ങൾ ആ കർത്താവിനെ ആരാധിക്കണമെന്ന് യേശുക്രിസ്തു മറുപടി പറയുമ്പോൾ ശാസ്ത്രി യേശുവിൽ നിന്ന് പഠിച്ച് മറുപടി തിരിച്ച് ആവർത്തിക്കുന്നു. യേശുവിന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് സത്യമാണ്, ഏകനേ ഉള്ളൂ, നിങ്ങളല്ലാതെ എന്നല്ല, അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. യേശുക്രിസ്തു ഇദ്ദേഹത്തിന് മറുപടി കേട്ടു. അവിടെ മാർക്കോസ് ഇങ്ങനെ അടിക്കുറിപ്പ് കൊടുക്കുന്നു. മാർക്കോസ് പറയുന്നു, അവൻ അതിബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിനോട് ഒട്ടും അകന്നവനല്ല. യേശുക്രിസ്തു മുഖ്യകൽപ്പന പഠിപ്പിക്കുന്നു. ശാസ്ത്രി യേശുക്രിസ്തു പഠിപ്പിച്ചത് ശരിയാണ്, തൗറാത്തിൻ പ്രകാരം അതുതന്നെയാണ് ശരി, മുൻകാല പ്രവാചകന്മാരെ അധ്യാപനം അതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രി അതിന് റിപ്ലൈ കൊടുക്കുന്നു. ആ റിപ്ലൈ നീ യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് യേശുക്രിസ്തു തീർത്തു പറയുന്നു. അപ്പോൾ മുഖ്യ കൽപ്പന നമുക്ക് മനസ്സിലായി. ഇനി ഇത് പരിശുദ്ധ ഖുർആനിലെ ഈ മായിദയിലെ ഞാൻ നേരത്തെ ഓതിയ ആയത്തുമായിട്ട് യാതൊരു തരത്തിലും വിയോജിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാം. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇത് തന്നെയാണോ ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്ന ത്രിഏക ദൈവവിശ്വാസം? വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ കേട്ടോണ്ടിരിക്കണം, ക്രൈസ്തവ സുഹൃത്തുക്കളും പ്രത്യേകിച്ച്. കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ചർച്ചുകളിലോ അല്ല എങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളുകളിലോ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററോട് പോയി ചോദിച്ചാലോ ഒന്നും ഇതിന് മറുപടി കിട്ടാറില്ല. അവരൊരു നിർവചനം പറയുകയാണ് ചെയ്യുന്നത്. ആ നിർവചനം ഇങ്ങനെയാണ്: ദൈവം 3 ആളത്വമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്. അവർ പറയുന്ന മറുപടി, അവർ മനഃപ്പാഠത്തിൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. ത്രിഏക ദൈവവിശ്വാസം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്. നമുക്കൊന്നും മനസ്സിലാവാറില്ല അത് കേൾക്കുമ്പോൾ. മനസ്സിലാക്കി തരാൻ അദ്ദേഹം ശ്രമിക്കാറില്ല, കാരണം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ബൈബിൾ കോളേജ് നമ്മൾ സാധാരണ ചർച്ചകളിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കേൾക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ ഒന്ന് സമീപിക്കുകയാണ്. ഇവിടെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കും. അവിടെ നിന്നും യേശുക്രിസ്തു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമാണോ ഈ ത്രിത്വേക ദൈവവിശ്വാസം എന്ന് നമുക്ക് വിലയിരുത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. നമുക്കത് ചിന്തിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് അറിയപ്പെടുന്ന നിക്യ വിശ്വാസ പ്രമാണം.
AD 325 നിങ്ങൾക്ക് ആ സ്ക്രീനിലും കാണാം. AD 325 അവർ രേഖപ്പെടുത്തിയ അതുവരെ ഉണ്ടായിരുന്ന ധാരാളം പാഷാണ്ഡതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയതും അവരുടെ ത്രിത്വൈക ദൈവവിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയതുമായ ഈ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നും എന്താണ് ക്രൈസ്തവർ പറയുന്ന ദൈവവിശ്വാസം എന്ന് കേൾക്കാം. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും ആയ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി കേട്ടോണം. ഏക കർത്താവും ദൈവപുത്രനും പിതാവിൽ നിന്ന്, അതായത് പിതാവിന്റെ സത്തയിൽ നിന്ന് ജനിച്ച ഏകജാതനും, ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള ദൈവവും, ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് കൂടെ ഏക സത്ത ആയിരിക്കുന്നവനുമായ യേശുക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനത്തെ യേശുക്രിസ്തുവാണ്? ആ യേശുക്രിസ്തു എന്ന് പറയുന്നത് അനാദി കാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചതാണ്. മറിയം ബീവിക്ക് ജനിച്ചതല്ല. മറിയം ബീവി പ്രസവിച്ചപ്പോൾ അല്ല ക്രൈസ്തവർക്ക് ദൈവപുത്രത്വം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്വം ക്രൈസ്തവർ വിശ്വസിക്കുന്നത് എവിടെ പോലെയാണ്? അവർ പറയുന്നത് അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടി അല്ലാത്തവനും, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ആയിരിക്കുന്നവരും, ഏക സത്ത എന്ന് വെച്ചാൽ ഒരേ യോഗ്യത, പിതാവിന് എന്തൊക്കെ യോഗ്യത, എന്തൊക്കെ സിഫത്തുകളുണ്ടോ, എന്തൊക്കെ സിഫാത്തുകളുണ്ടോ അത് മുഴുവനുമുള്ള പുത്രൻ ആയ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ വഴി ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെ തുടങ്ങി വിശദീകരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ താഴെ കാണാം, അവൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നോ ദൈവപുത്രന് വ്യത്യസ്തമായ ഒരു സത്തയുണ്ടെന്നോ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നോ മാറ്റത്തിനോ പരിവർത്തനത്തിനോ വിധേയനാണെന്നോ പറയുന്നവരെ കത്തോലിക്ക സഭ ശപിക്കുന്നു. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കത്തോലിക്ക സഭ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ വന്നത് 15ാം നൂറ്റാണ്ടിലാണ്. ഈ AD 325 കാതോലിക്കം സാർവത്രികം എന്നറിയപ്പെടുന്ന ഈ സഭ അഥവാ അന്നത്തെ ക്രിസ്തുമതം പറയുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, പക്ഷെ അവൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നോ ദൈവപുത്രന് വ്യത്യസ്തമായ ഒരു സത്തയുണ്ടെന്നോ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ക്രൈസ്തവ ദൈവവിശ്വാസം. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്ന തെളിവുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്രൈസ്തവ സുഹൃത്തുക്കൾ, നിങ്ങൾക്കും പരിചയമുണ്ടാവും, അവർ പറയും ത്രിത്വൈക ദൈവവിശ്വാസത്തിന്റെ ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവർ പറയും ത്രിത്വൈക ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മുട്ട പോലെയാണ്. അവർ പറയുന്ന ഒരു ഉപമയാണ്. കാരണം മുട്ടയ്ക്ക് മുട്ടയുടെ തോടുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. എന്നാൽ മുട്ട എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ 3 ഭാഗമുണ്ടെങ്കിലും ദൈവം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം അവർ പറയുന്നത് ആപ്പിളിനെ കുറിച്ച് പറയാറുണ്ട്. ഇത് ഇവർ സഭാപിതാക്കന്മാരുടെ പുസ്തകം തൊട്ട് നോക്കിയാൽ അത് കാണാം. ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവർ എടുക്കാറുണ്ട്. ആപ്പിൾ എന്താണ്? ആപ്പിളിനൊരു തൊലിയുണ്ട്, ആപ്പിളിനൊരു മാംസമുണ്ട്, ആപ്പിളിനൊരു കുരുവുണ്ട്. എന്നാൽ ആപ്പിൾ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഇനിയും അടുത്ത ആളുകൾ അതിന് ഉദാഹരണം പറയുന്നത് വെള്ളം, ഐസ് കട്ട, നീരാവി എന്നാണ്. വെള്ളം തന്നെ എന്ത് ചെയ്യുന്നു? കുറച്ചു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഐസ് കട്ടയായിട്ട് മാറുന്നു. ഐസ് കട്ട തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട് പോകുന്നു. ഇങ്ങനെ. എന്നാലും വെള്ളം എത്രയേ ഉള്ളൂ? ഇത് 3 യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അതുപോലെ ഇവർ വേറെ ഒരു ഉദാഹരണം ഇവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇന്നലെയും വാട്സാപ്പിൽ ചർച്ച ചെയ്യുമ്പോഴും ഒരാൾ അതിങ്ങനെ പറയുന്നു. ഒരാൾ പറഞ്ഞത്, ഞാൻ തന്നെ പിതാവാണ്. ആരുടെ പിതാവാണ്? എന്റെ മകന്റെ പിതാവാണ്. ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ എന്റെ ഫാദറിന്റെ മകനുമാണ്. അല്ലെ? ഞാൻ എന്റെ കുട്ടിയുടെ വാപ്പായുമാണ്, അതോടൊപ്പം തന്നെ എന്റെ വാപ്പായുടെ മകനുമാണ്. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ ഭർത്താവുമാണ്. പക്ഷെ ഞാൻ എത്രയേ ഉള്ളൂ? ഒന്നേ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ വഴി ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ 3 ഘടകമാണ് ഈ പറയപ്പെടുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നും
അല്ല എങ്കിൽ ഒരൊറ്റ ദൈവം തന്നെ 3 റോളിൽ വരുന്നു എന്നുമാണ് ഇവർ ഈ ഉപമകളിലൂടെ പറയുക. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപമകൾ അവർക്ക് ഉപമയായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ വസ്തുത ഇതാണോ? ക്രൈസ്തവ സുഹൃത്തുക്കളോട് ഇനി വേദവാക്യം ചോദിക്കുകയാണ്. എവിടെയെങ്കിലും യേശുക്രിസ്തു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ടോ ബൈബിളിൽ എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെതായി അവർ ഉദ്ധരിക്കുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നു, ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെ ഉണ്ട് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളിലൂടെ ഉടനീളം ഇവർ പറയാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു എന്നാൽ അഥവാ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും മനസ്സിലാക്കണം, ഇത് ത്രിയേക വിശ്വാസമേ അല്ല. ഈ വിശ്വാസത്തിന് ഒരു പേരുണ്ട്. ഈ വിശ്വാസത്തിന്റെ പേരാണ് സബല്യനിസം എന്ന് പറയും. ഈ വിശ്വാസത്തിന്റെ പേരെന്താണ്? സബല്യനിസം എന്ന് പറയും. ഞാനിവിടെ ഉദ്ധരിക്കുന്ന പുസ്തകങ്ങൾ, ഇത് റോമൻ കാത്തലിക്സിന്റെ പുസ്തകമാണ്. ഇത് ആൽഫ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരി അതിരൂപതയുടെ ഫാദർ ജോസഫ് പാംപ്ലനി എന്ന് പറയുന്ന അച്ഛൻ. ഈ അച്ഛനെ നമുക്ക് കാണാം ഷാലോം ടിവിയിലൊക്കെ. ഇദ്ദേഹം 360 ക്ലാസുകളിലൂടെ തിയോളജി അവതരിപ്പിച്ച പണ്ഡിതനാണ്. ആധികാരികമായി തലശ്ശേരി അതിരൂപത ഇറക്കുന്ന പുസ്തകങ്ങളാണ്. ഇവിടെ നമ്മൾ വേറെയായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജി പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആധികാരിക പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ ഈ പറയുന്ന പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറയുന്ന വാദം, അഥവാ പിതാവ് തന്നെയാണ് പുത്രനായും പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായും വന്നത് എന്ന വാദം യഥാർത്ഥത്തിൽ സബല്യനിസം എന്ന് പറയുന്ന ഒരു വാദമാണ്. ഇത് AD 210 അഥവാ നിക്കിയ കൗൺസിലിന് 325 കൂടിയ നിക്കിയ കൗൺസിലിന് മുമ്പ് AD 210 സെബല്യൂസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുകയും അഥവാ പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വാദം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെ കുരിശിൽ മരിച്ചു എന്ന വാദമതയും കൊണ്ടുവരികയും ഈ അന്നത്തെ ക്രൈസ്തവ സഭ ഇദ്ദേഹത്തെ ശപിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇത് ഈ വാദത്തിന് പേര് സബല്യനിസം എന്നാണ്. എന്നാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ക്രൈസ്തവർ മുഴുവൻ ത്രിത്വൈക ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്ത് വിശ്വാസത്തെ കുറിച്ചിട്ടാണ്? ഈ സബല്യനിസ്റ്റ് വാദത്തെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ത്രിയേകത്വം? ശ്രദ്ധിച്ചു കേട്ടോണം. ത്രിയേകത്വത്തിൽ ഏകദൈവ വിശ്വാസമാണോ ബഹുദൈവ വിശ്വാസമാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, തീർച്ചയായും അവരുടെ വിശ്വാസത്തിൽ പിഴവ് കുഫർ സംഭവിച്ചിരിക്കുന്നു. കാരണം അവർ യഥാർത്ഥ ദൈവത്തിനെ അള്ളാഹുവിനെ മൂവരിൽ ഒരുവനാക്കി മാറ്റി, അഥവാ അള്ളാഹുവിന് തുല്യനായിക്കൊണ്ട് രണ്ടുപേരെയും കൂടെ വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നത് അല്ല, ഞങ്ങൾക്ക് ആകെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഞങ്ങൾ മോശയും യേശുവും മുൻകാല പ്രവാചകന്മാരും എല്ലാം പഠിപ്പിച്ച കറ തീർന്ന ഏക ദൈവ വിശ്വാസികളാണ് എന്നാണ് അവർ പറയുന്നത്. ആ വാദത്തെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം ഓഫ് ട്രിനിറ്റി കാണാം. നമ്മൾ ഇന്റർനെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇവിടെ ഇരിക്കുന്ന ദൈവശാസ്ത്ര പുസ്തകത്തിലും കാണാം ഇങ്ങനെ ഒരു പടം. ഇതാണ് ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ വരച്ചു വെച്ചിരിക്കുന്ന പടം. ശ്രദ്ധിച്ചു നോക്കൂ ആ പടത്തിലേക്ക്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവ് എന്ന് പറയുന്നത് പുത്രനല്ല, പുത്രൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവും അല്ല. പക്ഷെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, ഹോളി സ്പിരിറ്റ് ദൈവമാണ്. എന്താണ് വാദം? ട്രിനിറ്റിയുടെ ഒന്നാം പാഠം എന്ന് പറയുന്നത് തന്നെ പിതാവ് എന്ന് പറയുന്ന ദൈവം അല്ല പുത്രൻ. അവരുടെ വാദത്തിന്റെ ഒന്നാം വാദം എന്ന് പറയുന്നത് പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. ഇതാണ് അവരുടെ വാദം. ഈ മൂന്നിനെ യോജിപ്പിക്കുന്ന ഒരു ഘടകവുമില്ല. കാരണം പിതാവല്ല പുത്രൻ, പുത്രനല്ല. ഈ ത്രികോണത്തിന്റെ 3 മൂലകളെ യോജിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം പോലും അതിനകത്തില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ രൂപം ഏത് രൂപത്തിലാണ് വരിക എന്ന് നമുക്ക് കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ പിതാവ് എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, പുത്രൻ എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. എങ്ങനെ ദൈവം? പൂർണ്ണമായ ദൈവം. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. പിതാവും പുത്രനും കൂടുമ്പോഴല്ല ഒരു ദൈവമാകുന്നത്. നേരെ മറിച്ച് പിതാവ് ഒറ്റയ്ക്ക് തന്നെ ദൈവം.
ഏകദൈവവിശ്വാസമാണ് ത്രിയേക ദൈവവിശ്വാസം എന്ന് പറയുന്നവർ അതിന്റെ വാദം എന്റെ ഈ വിഷയാവതരണത്തിന് ശേഷം നിങ്ങൾക്ക് പറയാം. ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് അവരെ അടിവരയിട്ട് പറയുന്നു, പിതാവ് സമ്പൂർണ്ണ ദൈവമാണ്, പുത്രൻ സമ്പൂർണ്ണ ദൈവമാണ്, പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ ദൈവമാണ്. മൂന്ന് പേരും നിത്യരാണ്, സഹവർത്തികളാണ്. എന്നുവെച്ചാൽ നിത്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നിലനിന്നവരാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നവരുമാണ്. എന്നാൽ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. ചുരുക്കത്തിൽ മൂന്ന് വ്യത്യസ്തമായ ദൈവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി ഇതിന്റെ തെളിവുകളിലേക്ക് ഞാൻ വരികയാണ്. അതിനു മുമ്പ് ഇത് ജി സുശീലൻ സാർ എഴുതിയ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞ പുസ്തകത്തിലും കാണാം. അതിന്റെ 152 പേജിൽ കാണാം. അദ്ദേഹം തന്നെ എഴുതുന്നു, ദൈവിക ആളത്വങ്ങൾ വിഭിന്നങ്ങളാണെന്ന് പറയുമ്പോൾ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ലെന്നും പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ലെന്നും പരിശുദ്ധാത്മാവോ പുത്രനോ പിതാവോ അല്ലെന്നും വ്യക്തമാക്കുന്നു. എങ്ങനെ? അവരുടെ വിശ്വാസപ്രകാരം ഇത് മൂന്നും പിതാവാണ് പുത്രൻ എന്ന് പറയുന്ന ക്രൈസ്തവർ പറയുന്ന വാദം, സാധാരണക്കാരായ ക്രൈസ്തവർ പറയുന്ന വാദം യഥാർത്ഥത്തിൽ അത് ത്രിത്വേക ദൈവവിശ്വാസമല്ല, അത് സെബലിനിസ്റ്റ് വാദമാണ്. നേരെ മറിച്ചിട്ട് ക്രൈസ്തവ ത്രിയേകത്വ വിശ്വാസപ്രകാരം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ കാണാം, ദൈവിക ആളത്വങ്ങൾ വിഭിന്നങ്ങളാണെന്ന് പറയുമ്പോൾ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ലെന്നും പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ലെന്നും പരിശുദ്ധാത്മാവോ പുത്രനോ പിതാവോ അല്ലെന്നും അവരെ അസന്നിഗ്ധമായി പറയും. ഇനി നിങ്ങൾക്ക് കാണാം, ഇതേ പുസ്തകത്തിന്റെ 148 പേജിൽ 148 പേജിൽ അവർ ത്രിത്വേക ദൈവവിശ്വാസത്തിന് അടിസ്ഥാനപരമായ 5 പ്രമേയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 എണ്ണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനകത്ത് കാണാം, ഒന്നാമത്തെ തത്വം ദൈവം ഏകനാണ്. ഈ ഏകത്വം നമ്മൾ ഇനി ചർച്ച ചെയ്യും. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ത്രിത്വേക ദൈവവിശ്വാസത്തിൽ പറയുന്ന ഏകത്വം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. നിങ്ങളൊന്ന് കേൾക്കുക, ദൈവം ഏകനാണ്. ഇപ്പൊ നിങ്ങൾ ഇത് 3 1 ശ്രദ്ധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തങ്ങളായ ആളത്വങ്ങളാണ്. തൃത്വത്തിലെ വിഭിന്ന ആളത്വങ്ങൾ നിത്യമാണ്. എന്ന് വെച്ചാൽ എന്നെന്നും ഇത് മൂന്നും നിലനിൽക്കുന്നു, എന്നെന്നും ഇത് മൂന്നും നിലനിൽക്കുന്നു. ഓരോന്നും വ്യത്യസ്തരാണ്, ഓരോന്നും പൂർണ്ണമായ ദൈവങ്ങളാണ്. എന്നാൽ ഇവർ ഏകമാണ്. അത് ഞാൻ ചർച്ച ചെയ്യും. എന്നാൽ അവർ ഏകമാണ്. ആ ഏകത്വം നമ്മൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് നമുക്ക് ഇനി ചെറിയ 1-2 ഓഡിയോ ക്ലിപ്പുകൾ കാണാം. എങ്ങനെയാണ് ഇവരിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്, ഇവർ ഈ പറയുന്ന ത്രിത്വേക ദൈവവിശ്വാസത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നതിന് വേണ്ടി മോശ പ്രവാചകന്റെയും യേശുവിന്റെയും വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുന്നതും അതിന് അവർ ഉപയോഗിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ ഞാൻ അവിടെ കാണിക്കാം. അതിനുശേഷം ക്രൈസ്തവ ദൈവശാസ്ത്ര പ്രകാരം എന്താണ് ഏകത്വം എന്നും വിശദീകരിക്കുക. 2 രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ പണ്ഡിതന്മാർ ബൈബിളിൽ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ. ശ്രദ്ധിക്കുക, എക്കാതിന്റെ ക്ലിപ്പ് 11. ഒരു ദൈവമാണോ ശ്രദ്ധിച്ചു? 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ തന്റെ പ്രവാചകനായ മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ എലോഹീം. എലോഹീം എന്ന പദം ബഹുവചനമാണ്. യഹോവ നമ്മുടെ എലോഹീം. യഹോവ അവൻ എക്കാറാകുന്നു, അവൻ ഏകത്വമാകുന്നു. അന്ന് മുതൽ പുതിയ നിയമത്തിലുടനീളം നാം കാണുന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ ഏകത്വം. സർവ്വസാധാരണയായി തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു ഐക്യതയാണ് ഇത്. നാം ചിന്തിച്ചു പോകാറുണ്ട്, ഇസ്ലാം പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും തൗറത്ത് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഇഞ്ചിൽ പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഒന്നാകുന്നുവെന്ന്. അല്ലേ? അല്ല. കാരണം ഒന്ന് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളുണ്ട്. ഒന്ന് എന്ന പദം എബ്രായ ഭാഷയിൽ പറയണമെങ്കിൽ പല വാക്കുകളുണ്ട്. എക്കാദ് എന്നുള്ള പദമുണ്ട്, യാക്കീദ് എന്നുള്ള പദമുണ്ട്. എക്കാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഹുത്വത്തിൽ ഏകത്വമാണ്. ബഹുത്വത്തിൽ ഏകത്വമായിരിക്കുന്നതിനെയാണ് എക്കാദ് എന്നുള്ള പദം കൊണ്ട് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഉദാഹരണങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 2:24. ശ്രദ്ധിച്ചു കാണുമല്ലോ, 2 വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവം,
യഹോവ ഏകൻ തന്നെ എന്ന മോശെ പ്രവാചകന്റെ വാക്യം എടുത്തിട്ട്, അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ദൈവം എന്ന് വരാനുള്ള രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം. ദൈവങ്ങൾ എന്നല്ല പ്രയോഗം, ദൈവം എന്നാണ്. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ദൈവം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏലോഹീം എന്നുള്ള പദമാണ്. എന്ന് വെച്ചാൽ ഏലോഹീം ഹീബ്രു ഭാഷയിൽ അതിന് ബഹുവചന രൂപമാണുള്ളത്. അതുകൊണ്ട് അത് ദൈവങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ബഹുത്വമുള്ളതാണ്. അപ്പൊ എന്തായി? ഒരു കടമ്പ കടന്നു. ഒരു കടമ്പ എന്ത് കടന്നു? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം എന്നുള്ളതിന് വേണമെങ്കിൽ ദൈവങ്ങൾ എന്ന അർത്ഥത്തിലും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം എന്നതിലേക്ക് അദ്ദേഹം കൊണ്ടുവരിക. എന്നാൽ ഹീബ്രു പദം, ഹീബ്രു ഭാഷയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഏലോഹീം എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റെസ്പെക്റ്റീവ് പ്ലൂറൽ, അതായത് ബഹുമാന സൂചകമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്ന് ഈ ക്രൈസ്തവ സമൂഹം ഉത്ഭവിക്കുന്നതിന് 1500 വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർക്ക് ഈ ഏലോഹീം എന്ന് പറഞ്ഞ പദത്തിന് ഏതർത്ഥം മാത്രമേ ഉള്ളൂ? ഏകനായ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറ്റിയാണ് ജെറി തോമസ് അതിന് അർത്ഥം വെക്കുന്നത്. എന്നാൽ ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ ഇറക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് കാണാം, ദൈവത്തെ കുറിക്കുന്ന എബ്രായ വാക്ക് ഏലോഹീം ബഹുവചന രൂപത്തിലാണ്. എബ്രായ പദത്തിന്റെ ബഹുവചന പ്രയോഗം അതിൽ തന്നെ തൃത്വത്തിന് തെളിവാകുന്നില്ല. വ്യാകരണകർത്താക്കൾ വിളിക്കുന്ന ബഹുമതി പദത്തിന്റെ ബഹുവചന രൂപം ആയിരിക്കാം അത്. മുഖം, വെള്ളം, ആകാശം എന്നിവയ്ക്കുള്ള എബ്രായ പദങ്ങളും ബഹുവചന പ്രയോഗത്തിലാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, രാജാവിനെ കുറിച്ചിട്ട് എബ്രായ പദം ഉള്ളതും ബഹുവചന രൂപത്തിലാണ്. ഭർത്താവിനെ കുറിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പദങ്ങൾക്കും എബ്രായ പദത്തിന്റെ ഒരു രീതിയാണ്, ഹീബ്രു ഭാഷയുടെ ഒരു രീതിയാണ്, അത് ബഹുവചന രൂപത്തിലാണ്. ഈ ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് ഇദ്ദേഹം എടുത്തുകൊണ്ട് ദൈവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഏലോഹീം എന്ന് പറയുന്നതിനെ ഉപയോഗിക്കുന്നു. ഏലോഹീം എന്ന് വെച്ചാൽ ദൈവങ്ങൾ, ഒരു കൂട്ടം എന്നുള്ളതിനെ ആക്കാൻ നോക്കുകയാണ്. രണ്ടാമത് ഇദ്ദേഹം കാണിക്കുന്ന ഒരു അഭ്യാസം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് യഹോവ ഏകൻ തന്നെ, ശ്രദ്ധിച്ചു കേട്ടണം, യഹോവ ഏകൻ തന്നെ എന്ന ഏകൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യക്കാദ് എന്ന് പറഞ്ഞ പദമാണ്. യക്കാദ് എന്ന് പറഞ്ഞ പദം എന്നാൽ ഒരു ദൈവത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, നേരെ മറിച്ചിട്ട് എങ്ങനെയാണ്? ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ബഹുത്വമുള്ള ഏകത്വത്തെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? യക്കാദ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മാത്രം വാദമല്ല, ഈ എന്റെ കയ്യിലിരിക്കുന്ന ദൈവശാസ്ത്ര പുസ്തകങ്ങളിലെല്ലാം തന്നെ അതിൽ ജി സുശീലൻ എന്ന് പറയുന്ന ആളും മാത്രമേ ആ വിഷയത്തിൽ മാന്യത കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഈ വാദം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. യക്കാദ് എന്ന് പറയുന്ന പ്രയോഗം ബഹുത്വത്തിലുള്ള ഏകത്വമാണ്. ആണോ? അല്ല. ഉൽപ്പത്തി പുസ്തകം 1:9 എടുത്താൽ അവിടെ കാണാം, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ. ആ ഒരു എന്ന് പറയുന്ന പദവും യക്കാദ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകം 9:7, 2 ശമൂവേൽ 13:30, 2 ശമൂവേൽ 17:12 തുടങ്ങി 800ഓളം സ്ഥലങ്ങളിൽ യക്കാദ് വന്നിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും ഏകൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഏതർത്ഥമാണ് ഉള്ളത്? ബഹുത്വമുള്ള ഏകത്വം. അപ്പൊ എന്തായി? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം എന്ന് പറയുന്ന ദൈവത്തിനെ ദൈവങ്ങളാക്കി, അതേപോലെ തന്നെ അവൻ ഏകൻ തന്നെ എന്നുള്ളതിനെ എന്താക്കി മാറ്റി അവര്? യക്കാദ്, അത് ബഹുത്വമുള്ള ഏകത്വമാക്കി അത് മാറ്റി. ഇനി ഇതേ വാദം ഇദ്ദേഹം മോശയെ കുറിച്ചിട്ട് പറഞ്ഞ ഇതേ വാദം തന്നെ ഇദ്ദേഹം യേശുക്രിസ്തുവിന്റെ കാര്യത്തിലും ഇതേ കളവ് ഉപയോഗിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ക്ലിപ്പ് ഒന്നിട്ടോ, 15ാമത്തെ ക്ലിപ്പ്. ദൈവത്തിന്റെ ബഹുത്വത്തിലുള്ള ഏകത്വം എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന കൺഫെഷനിൽ മാത്രമല്ല, യഹോവയാം ദൈവം എപ്പോഴൊക്കെയോ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിട്ടുണ്ടോ പല അവസരങ്ങളിൽ നാം അവന്റെ ബഹുത്വം കാണുന്നു. യഹോവ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വെളിപ്പെട്ടപ്പോൾ പല അവസരങ്ങളിലും നാം അവന്റെ ബഹുത്വം കാണുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ദൈവമായ യഹോവ പിതാവായ അബ്രഹാമിന് വെളിപ്പെട്ടു. ഉൽപ്പത്തി 18:8,
ദൈവമായ യഹോവ അബ്രഹാം സാറ ദമ്പതികൾ ഒരുക്കിയ വിരുന്ന് കഴിച്ചു. തൗറത്തിലുള്ളതാണ്. യഹോവ കഴിച്ചു. യഹോവ കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ വരാറുണ്ട്. അത് മോശയുടെ ന്യായപ്രമാണത്തോട് ബന്ധമുള്ളവരല്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ പിതാവായ അബ്രാഹിമിനോട് മുഖാമുഖം സംസാരിച്ചു. ആ യഹോവ സൊദോം ഗൊമോരയ്ക്ക് പോയതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ, ഭൂമിയിലുള്ള യഹോവ അവൻ ആകാശത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന്, എത്ര യഹോവയുണ്ട്? ഭൂമിയിൽ ഒരു യഹോവ, ആകാശത്ത് യഹോവ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധകവും ഇറക്കി. പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ ദൈവം അവൻ ബഹുത്വത്തിൽ ഏകത്വമാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? പ്രവചന പുസ്തകങ്ങൾ നമുക്ക് ഇനിയും നോക്കാം. സെക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ശ്രദ്ധിച്ച് കേൾക്കണം. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുകയാണ്, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുന്നു, ദൈവമായ യഹോവയെ അയച്ചത്. സെക്രിയാവ് 2:11 3 വാക്യങ്ങൾക്ക് താഴെ അതിന് ഉത്തരമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ടവൻ സൈന്യങ്ങളുടെ യഹോവ, അയച്ചത് സൈന്യങ്ങളുടെ യഹോവ. യഹോവയുടെ സത്തയിൽ എത്ര വ്യക്തിത്വമുണ്ട്? കുറഞ്ഞത് 2. എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സംസാര കർത്താവിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സംസാര കർത്താവ് പറയുകയാണ്, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഇതാരാണ് സംസാര കർത്താവ്? ദൈവം. ഈ സംസാര കർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്ന ഇതേ സംസാര കർത്താവ് 16-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. എത്ര വ്യക്തികളുണ്ട് അവിടെ? സംസാര കർത്താവായ യഹോവ 3. നിങ്ങൾ ക്ലിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏക ദൈവവിശ്വാസമാണ് ക്രൈസ്തവർക്ക് എന്ന് വാദിക്കുന്ന സുഹൃത്ത് പറയുന്നതാണ്. അദ്ദേഹം ഈ എടക്കര ഈ പ്രസ്റ്റീജ് ഹാളിൽ തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൗറാത്തിൽ തന്നെ 3 യഹോവ, 3 ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. എത്ര ദൈവം? 3 ദൈവം. മുകളിലൊരു ദൈവം, താഴെ ഒരു ദൈവം, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഇറച്ചി കഴിക്കുന്ന ഒരു ദൈവം. ഇങ്ങനെ തുടങ്ങി ബൈബിളിൽ ധാരാളം യഹോവമാർ, 2-3 യഹോവമാരെ എന്ത് ചെയ്യാം? ബൈബിളിൽ ഉടനീളം കാണാമെന്നാണ് പറയുന്നത്. എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നത് മലക്കുകളാണ്. മലക്കിലൂടെ അള്ളാഹു സംസാരിക്കുന്ന പദപ്രയോഗങ്ങളെ അവിടെ യഹോവ സംസാരിച്ചു എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി. അവിടെ യഹോവ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മലക്കിലൂടെ സംസാരിക്കും. യഹോവ ഇവിടെ വന്നിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ ഇറച്ചി കഴിച്ചു എന്ന് ഒരു യഹൂദൻ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി എന്തു പറഞ്ഞു? മുമ്പ് തന്നെ യഹോവ അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പം ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ വാദം എന്താ? ഇദ്ദേഹം ഒരു ന്യായശാസ്ത്രവാദിയാണ്. അപ്പോളജറ്റിക് എന്ന് സ്വയം അവകാശപ്പെടുകയും അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജെറി തോമസ്. ഇദ്ദേഹം പറയുന്നത്, രണ്ടാമത് പറയുന്നത്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിൽ സോദോമും ഗോമോറോ എന്ന് പറയുന്ന ഈ 2 സ്ഥലത്തിനിടയിൽ, സോദോം ഗോമോറയ്ക്കിടയിൽ അവിടെ ശിക്ഷ ഇറക്കിയ സമയത്ത് താഴെ ഒരു യഹോവ, മുകളിലൊരു യഹോവ. അതെന്താ താഴെ മുകളിൽ യഹോവ? അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവ അവന്റെ സന്നിധിയിൽ നിന്ന് തന്നെ. രണ്ടാമത് ഒരു ഹൈഫൻ കൊടുത്തിട്ട്, ഈ സന്നിധി എന്ന് വെച്ചാൽ ആകാശത്തു നിന്ന് തന്നെ തീയും ഗന്ധകവും ഇറക്കി. ഇതിനെ ജെറി തോമസ് ഏത് രീതി വ്യാഖ്യാനിച്ചു?
താഴെ ഒരു യഹോവ, മുകളിലൊരു യഹോവ. അപ്പൊ എത്ര യഹോവയെ കിട്ടി? 2 യഹോവ. കത്തോലിക്കരുടെ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം യഹോവയുടെ സന്നിധിയായ ആകാശത്തു നിന്നും തീയും ഗന്ധവും ഇറക്കി. അവിടെ ഒരു യഹോവ, മുകളിലൊരു യഹോവ എന്ന് പറഞ്ഞ അർത്ഥം വരുന്ന ഒരൊറ്റ വരികയില്ല. അവർക്കത് മനസ്സിലായി, അത് പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തിരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ വാക്യം ഏതാ? ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് യെശയ്യാ പ്രവാചകൻ പിന്നെ പറയുകയാണ്, ഇപ്പോഴോ യഹോവ എന്നെയും അവന്റെ ആത്മാവിനെയും അയച്ചു. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് അയച്ച ദൈവം എന്ത് ചെയ്തു? എന്നെ റൂഹുൽ ഖുദ്സിനെ കൂട്ടി അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇദ്ദേഹം പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യഹോവ, അയച്ചതൊരു യഹോവ, കൂടെ ഒരു ആത്മാവ്. അപ്പൊ എത്ര യഹോവമാരെ കിട്ടി അദ്ദേഹത്തിന് അവിടെ? 3 യഹോവമാരെ കിട്ടി. ഇത് എന്തിനു വേണ്ടി പറയുന്നതാണ്? സാധാരണ ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ പണ്ഡിതന്മാരും പുരോഹിതന്മാരും വാദം കൊണ്ടുവരുന്നത് 3 ദൈവങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം എന്താ? അവർ പറയുന്ന ത്രിത്വേക ദൈവവിശ്വാസത്തിൽ 3 ദൈവങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ യഹൂദന്മാർ പറയുന്നു ദീസ് ആർ ദ ഇന്റർമിംഗ്ലിംഗ് ഓഫ് വേർഡ്സ്. അതായത് ഒരു പ്രവാചകൻ ആദ്യം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു, അതിനുശേഷം പ്രവാചകൻ സ്വയമായി സംസാരിക്കുന്നു, അതായത് അദ്ദേഹത്തിന്റെ മാനുഷിക ഭാഷയിൽ സംസാരിക്കുന്നതാണ് അത് എന്ന് യഹൂദന്മാർ അർത്ഥം വെക്കുമ്പോൾ ജെറി തോമസ് അർത്ഥം വെക്കുന്നത് 3 ദൈവങ്ങളാണ് അവിടെ എന്നാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചതും ബഹുദൈവ വിശ്വാസമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന കാണാം. 15ാമത്തെ ക്ലിപ്പ് നാം ദർശിക്കുന്നു. ഇത് തന്നെയല്ലേ പുതിയ നിയമവും പഠിപ്പിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായം അതിന്റെ 29ാം വാക്യത്തിൽ ഇസ്രായേലേ കേൾക്ക, കർത്താവ് നമ്മുടെ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന എന്ന ഗ്രീക്ക് പദമാണ്. എക്കാർ എന്നുള്ള പദമായിരുന്നു എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചതെങ്കിൽ എന്നുള്ള ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന അതേ പദമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത്. ഭാഷ രണ്ടാണെങ്കിലും അർത്ഥം 2 രീതിയിലും ഉൾക്കൊള്ളുന്നുണ്ട്. നാം അതേ വാക്ക് തന്നെ 1 കൊരിന്ത്യർ 8ാം അധ്യായം അതിന്റെ 4ാം വാക്യത്തിൽ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോഴും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ നേരത്തെ ശാസ്ത്രയുടെ മുമ്പിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്യത്തിൽ യേശുക്രിസ്തു ദൈവം ഏകനാണ് എന്ന് പറഞ്ഞതിന് ജെറി തോമസ് പറയുന്നത് അവിടെ ഏകൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഹെൻ, അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഹീസ് ആണ്. ആ പദം എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ബഹുത്വമുള്ള ഏകത്വം. വെച്ചാൽ ഒരു ദൈവവും അല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെയാ ഒരു കൂട്ടം ദൈവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എക്കാത് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിയോ, 8ാമത്തെ ക്ലിപ്പ് ഇട്ടോ, യേശുക്രിസ്തു ഉപയോഗിച്ച ഹീസ് എന്ന് പറയുന്ന ഈ പദം ആ ഗ്രീക്ക് ടെക്സ്റ്റിൽ തന്നെ കാണാം. തികച്ചും ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാർ യോഹന്നാനും യാക്കോബും അവരുടെ മാതാവായ സെബദി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുന്നു, നിന്റെ മഹത്വത്തിന്റെ ദിവസം എന്റെ ഒരു മകനെ നിന്റെ ഇടതിരുത്തണം, എന്റെ ഒരു മകനെ വലതിരുത്തണം. ഒരു മകൻ എന്ന് പറയുന്നിടത്ത് കാണാം ഹീസ്. ഇതേ പദം തന്നെയാണ് യേശുക്രിസ്തു ഏതിനുപയോഗിച്ചത്? ഈ പറയപ്പെടുന്ന മാർക്കോസിന്റെ സുവിശേഷത്തിൽ. എന്ന് വെച്ചാൽ വൺ എന്ന് പറയുമ്പോൾ വൺ എന്ന് പറയുന്നത് ഏകമായ പദത്തിന് ഉപയോഗിക്കും, ബഹുത്വമുള്ളതിന് ഉപയോഗിക്കും. പക്ഷെ ഇദ്ദേഹം വാദം കൊണ്ടുവരുന്നത് അത് ബഹുത്വത്തിന് വേണ്ടി മാത്രമാണ്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ദൈവത്തിൽ ഒരു ദൈവമല്ല ഉള്ളത്, 3 ദൈവമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്ന ഏകം എന്താ? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ സമർപ്പിച്ചത് മുഴുവനും തന്നെ ക്രൈസ്തവ ദൈവവിശ്വാസത്തിൽ 3 ദൈവമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഇവർ പറയുന്ന ഏകം? എന്താണ് ത്രിത്വൈകം എന്ന് പറയുന്ന ഏകം എന്ന് പറയുന്ന കാര്യം? എന്താണ് ഏകം? അവർ അത് പറയുന്നത് ഏകം എന്ന് പറയുന്നത് അതിന്റെ സാരാംശത്തിൽ, ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ 1 എന്താണ് ഈ സാരാംശം? അവർ പറയുന്നത് സാരാംശം എന്ന് പറഞ്ഞാൽ ഗുണം, സിഫത്ത്. സിഫത്ത് 3 പേർക്കും ഒരേപോലെയാണ്. ദൈവം ഒന്നാണെന്ന് വെച്ചാൽ ദൈവം ഒരു ദൈവമാണെന്നല്ല അർത്ഥം. 3 ദൈവങ്ങളുടെ സിഫത്ത് 1. ഇവർ ഏകം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് നിങ്ങൾ അർത്ഥം ശ്രദ്ധിച്ചോണം. സാരാംശം എന്ന് പറയുന്നതിനെ ഇവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ത്രിയേക ഉപദേശത്തിൽ കാതലായി നിൽക്കുന്നത് സാരാംശം എന്ന പ്രയോഗമാണ്. ഇത് സിസ്റ്റമാറ്റിക് തിയോളജിയിലെ 154ാം പേജിൽ വിശദീകരിക്കുന്നതാണ്.
ത്രിയേകത്വ ഉപദേശത്തിൽ കാതലായി നിൽക്കുന്നത് സാരാംശം എന്ന പ്രയോഗമാണ്. സാരാംശം എന്നത് ആക്ഷരീയമായോ പദാർത്ഥപരമായോ അല്ല ദൈവത്തെ പരാമർശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സമസ്ത ദൈവലക്ഷണങ്ങൾക്കും ഒരുമിച്ചുപയോഗിക്കുന്ന രൂപകമാണ് സാരാംശം. സാരാംശം എന്താണ്? ദൈവത്തിന്റെ മൊത്തം ഗുണം. അതിനുശേഷം അവർ പറയുന്നു ദൈവം സർവ്വവ്യാപിയാണ്, നിത്യനാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ് എന്ന് തുടങ്ങിയ ഗുണങ്ങൾ പിതാവിന് ഏതൊരർത്ഥത്തിൽ ഉണ്ടോ അതേ അർത്ഥത്തിൽ തന്നെ പുത്രനുമുണ്ട്, അതേ അർത്ഥത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനുമുണ്ട്. എന്നിട്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നു എല്ലാ ദൈവിക ഗുണങ്ങളെ സംബന്ധിച്ചും ഇത് സത്യമത്രേ. സകല ദൈവിക ഗുണങ്ങളുടെയും ആകെത്തുകയാണ് സാരാംശം. തന്മൂലം ദൈവിക ഗുണങ്ങളുടെ എല്ലാം ആകത്തുകയായ സാരാംശവും ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ത്രിയേകത്വ ഉപദേശമനുസരിച്ച് ഏക ദൈവമേ ഉള്ളൂ. ഏക ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം എന്നല്ല അർത്ഥം. പിന്നെ എന്താണ് അർത്ഥം? മൂന്ന് വ്യത്യസ്തമായ എന്നെന്നും നിലനിൽക്കുന്ന മൂന്ന് ദൈവങ്ങളുണ്ട്. പക്ഷെ ഈ മൂന്ന് പേരുടെയും ഗുണം ഒന്നാണ്. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതിനാണോ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്? മൂന്ന് വ്യത്യസ്തമായ എന്നെന്നും നിലനിൽക്കുന്ന നിത്യതയുള്ള മൂന്ന് ദൈവങ്ങൾ സാരാംശത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ഇവരുടെ വാദം. ഇത് തന്നെ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ഞാൻ നേരത്തെ കാണിച്ച തലശ്ശേരി അതിരൂപത ഇറക്കുന്ന കത്തോലിക്കരുടെ പുസ്തകത്തിൽ അവർ എഴുതുന്നു, മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ, ഏക സത്തയോടുകൂടിയ തൃത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മൂന്ന് ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത തൃത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവും പുത്രനും. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ഇത് മൂന്ന് പേരും വ്യത്യസ്തമായ ദൈവമാണ്. പക്ഷെ ഇത് എങ്ങനത്തെ ദൈവമാണ്? ഇവരുടെ മൂന്ന് പേരുടെയും സ്വഭാവം ഒന്നാണ്. എന്നിട്ട് ഇവർ കാണാം ഇത് കേട്ടോണം, ഏകദൈവ വിശ്വാസമാണെന്ന് ശ്രദ്ധിച്ചോണം. ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരക്തരാണ്. ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. എങ്ങനെ? ദൈവം ഏകനാണ് പക്ഷെ എന്തല്ല? ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. അവർ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂന്ന് പേരുകൾ മാത്രമല്ല, നേരെ മറിച്ച് ഇത് അടിസ്ഥാനപരമായി മൂന്ന് തന്നെയാണ്. എന്നിട്ട് അവർ പറയാണ് പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്നവൻ പുത്രനല്ല, പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. പിന്നെ ഏത് കാര്യത്തിൽ മാത്രമാണ് ഇത് ഒന്നായിട്ടിരിക്കുന്നത്? ദൈവ സ്വഭാവത്തിൽ മാത്രമാണ് ഒന്നായിട്ടിരിക്കുന്നത്. ഇത് കത്തോലിക്കരുടെ പുസ്തകമാണ്. ഇതേ പുസ്തകം 40-ാമത്തെ പേജിൽ ഇവർ പറയുന്നു ദൈവ സ്വഭാവത്തിൽ, അതെഴുതുന്നു ബ്രാക്കറ്റിൽ, സത്തയിൽ ഒരുവനാണെന്നും ആൾവകയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ അരൂപി എന്നിങ്ങനെ മൂന്നാണെന്നുമാണ് ക്രൈസ്തവ വിശ്വാസം. എങ്ങനെ? ദൈവം എത്രയുണ്ട് എന്ന് ആൾവകയിൽ ചോദിച്ചാൽ എത്രയാണെന്ന് പറയണം. ദൈവം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് മൂന്നാണ്. ദൈവത്തിന്റെ മൂന്ന് പേരുടെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയെന്ന് പറയണം. ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. കാരണം പിതാവ് എങ്ങനെ നിത്യനായിരിക്കുന്നു അതുപോലെ പുത്രനും പരിശുദ്ധാത്മാവ് നിത്യനാണ്. പിതാവ് എങ്ങനെ സർവശക്തനായിരിക്കുന്നു അതേപോലെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. പിതാവ് എങ്ങനെ സർവജ്ഞനായിരിക്കുന്നു അതേപോലെ മറ്റു രണ്ടുപേരും സർവജ്ഞരാണ്. പിതാവിന് എന്തൊക്കെ യോഗ്യതകൾ പറയാമോ അതെല്ലാം മറ്റ് ഈ രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്ന് മാത്രമാണ് ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്ന അർത്ഥം. വീണ്ടും കാണാം ഇദ്ദേഹത്തിന്റെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇസ്ലാമിനെതിരെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവതാരി എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് SG ഗിൽബർട്ടിന്റെ ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന പുസ്തകം. ഇത് അടുത്ത പുസ്തകം. ഇത് പ്രൊട്ടസ്റ്റന്റുകാരുടെ അടുത്ത പുസ്തകം. അവർ പറയുന്ന കേട്ടോണം, ശ്രദ്ധിച്ചു കേട്ടോണം. ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നത് ദൈവത്തിലുള്ള മൂന്നാളത്വങ്ങളും ഒന്നാണെന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. ആളത്വങ്ങൾ എന്നും മൂന്നായി തന്നെ ഇരിക്കുന്നു.
ആളത്തമായി പിരിഞ്ഞ അന്തസത്തയാണ് ഒന്ന് എന്ന് പറയുന്നത്. അതിനെയാണ് സാരാംശം എന്ന് പറയുന്നത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ക്രൈസ്തവ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് അവർ പറയുന്ന വിശ്വാസം കേട്ടോണം. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്. അതായത് ആളത്തങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. മൂന്നാളത്വം എടുക്കുമ്പോഴും അവരിൽ ഒന്നുപോലെ വ്യാപരിക്കുന്ന സാരാംശമുണ്ട്. ആ സാരാംശത്തെ മൊത്തമായി ഏക ദൈവം എന്ന് വിളിക്കുന്നു. ഈ സാരാംശത്തെ എല്ലാം കൂടെ കൂട്ടിയാണ് എന്ത് വിളിക്കുന്നത്? ഈ മൂന്ന് ദൈവങ്ങളിലും കാണുന്ന സത്തയെ കുറിച്ചിട്ട്, സിഫത്തിനെ കുറിച്ചിട്ടാണ് ഇവർ ഒന്നെന്ന് പറയുന്നത്. അങ്ങനെ സാരാംശത്തിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ആ സാരാംശം ഏകമാണ്. ഇവിടെ എല്ലാം ഇവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു മാത്രമേ ഉള്ളൂ? ഈ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ ത്രിത്വൈക ദൈവവിശ്വാസത്തിനു വേണ്ടി കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റും എന്ന് പറയുന്ന മുഴുവൻ യഹോവ സാക്ഷികൾ ഒഴിച്ചിട്ടും യൂണിറ്റേറിയൻസ് എന്ന് പറയുന്ന ത്രിത്വം നിഷേധിക്കുന്നവരുമായിട്ടുള്ള ഈ ക്രൈസ്തവരല്ലാത്ത മുഴുവൻ ത്രിത്വൈകം വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിശ്വാസം എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്ത് വിശ്വാസമാണ്? അവരുടെ വിശ്വാസം മൂന്ന് ദൈവങ്ങളുണ്ട്, എന്നാൽ ഇവരുടെ മൂന്ന് പേരുടെയും സാരാംശം ഇതാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന മൂന്നാളത്വമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മൂന്ന് പേരിലും ഉള്ള ഗുണം, അവരിലുള്ള സിഫത്ത്, അവരിലുള്ള യോഗ്യതകൾ മൂന്ന് പേർക്കും ഒരേപോലെയാണെന്നല്ലാതെ ഒരു ദൈവമാണെന്ന് ഒരു സ്ഥലത്തും ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നില്ല. ഇനിയും അത് പോരാഞ്ഞിട്ട്, ഇത്രയൊന്നും പറഞ്ഞത് പോരാഞ്ഞിട്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ വീണ്ടും പറയുന്നത്, കത്തോലിക്ക പുസ്തകത്തിന്റെ ഹോളി ട്രിനിറ്റി തലശ്ശേരി അതിരൂപത ഇറക്കുന്ന പുസ്തകത്തിൽ ഏക ദൈവമായിട്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടു. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ചിന്തിച്ചോണം. ഇത് വല്ലതും ആണോ മോശയും യേശുവും പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ശ്രദ്ധിച്ചു കേട്ടോ. അവർ പറയുന്നത് ഒരേ ഒരു അനന്യ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒരു ദൈവം ഏകാകിതയായിരിക്കും അനന്തരഫലം. ദൈവം ആകെ ഒന്നേ ഉള്ളൂവെങ്കിൽ ദൈവം എന്തായി പോകും? ഒറ്റയ്ക്കായി പോകും, ഏകാന്തനായി പോകും. അപ്പോൾ അത്യധികം വ്യത്യസ്തവും അതേസമയം സന്തുലിതവുമായ പ്രപഞ്ചത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്നത് കൂട്ടായ്മയായിരിക്കില്ല, ഏകാന്തതയായിരിക്കും. ഒരു പിരമിഡിന്റെ അഗ്രബിന്ദു പോലെ എല്ലാം ഒരു ബിന്ദുവിൽ അവസാനിക്കും. ദൈവം ഒന്നേ ഉള്ളൂവെങ്കിൽ എന്താ കുഴപ്പം? എന്താ ദൈവം ഒന്നേ ഉള്ളൂല്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവം ആകെ ഒറ്റപ്പെട്ടു പോകും, ആകെ ഏകാന്തനായിട്ട് ഇരിക്കേണ്ടി വരും. ഇനി രണ്ടാമത് ഒരു പറയാണ്, രണ്ട് അനന്യ വ്യക്തി, ഇനി ഒന്നിൽ നിന്നും രണ്ടിലേക്ക് പോയാൽ എന്താ പ്രശ്നം? രണ്ട് അനന്യ വ്യക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അകൽച്ച അതിന്റെ മൂർധന്യത്തിലായിരിക്കും. രണ്ട് ദൈവമാണ്, എന്താ പ്രശ്നം? അവര് തമ്മിൽ ഭയങ്കര അകൽച്ചയിലായി പോകും. പിതാവും പുത്രനും അകൽച്ച അതിന്റെ മൂർധന്യത്തിലായിരിക്കും. ഒരാൾ മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സംലയനം ഉണ്ടാവില്ല, ഇവർ തമ്മിൽ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല, അടുപ്പം ഉണ്ടാവില്ല, ഒരു കൂട്ടുകെട്ടൊന്നും ഉണ്ടാവില്ല. അതിനാൽ പിതാവും പുത്രനും തമ്മിൽ ഐക്യവും ഉണ്ടായിരിക്കുകയില്ല. ഇതിന്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന പരിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ഫാദർ ജോസഫ് പാംപ്ലേനി എഴുതിയ ഈ പുസ്തകത്തിന്റെ 65-66 പേജിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തൃത്വത്തിന്റെ കൂട്ടായ്മയും ഉൾച്ചേരലും വഴി നമ്മൾ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു. ഒന്ന് പ്രശ്നമാണ്, ഏകാന്തതയാണ്. രണ്ടിന്റെ ഗുണം എന്താ? രണ്ടിന്റെ പ്രശ്നം എന്താ? രണ്ടുപേരും അകൽച്ചയായിരിക്കും. മൂന്നാമത്തെ ഗുണം അവർ പറയുന്നത്, തൃത്വത്തിലൂടെ ഒരു വ്യക്തി ആയിരിക്കുന്നതിലുള്ള ഏകാന്തത ഒഴിവാക്കപ്പെടുന്നു. രണ്ട് വ്യക്തികളായിരിക്കുന്ന അകൽച്ച അതിജീവിക്കുന്നു. ഒരു വ്യക്തി ഇതര വ്യക്തിയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു, അതായത് പിതാവ് പുത്രനെ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാകുന്നു. പിന്നെയോ തൃത്വം ഉൾച്ചേരലിന്റെയും കൂട്ടായ്മയെയും ഉളവാക്കുന്നു. മൂന്നാമത്തെ വ്യക്തി വിരുദ്ധ സ്വഭാവങ്ങളുടെ ഐക്യത്തെയും തുറവിയെയും വെളിപ്പെടുത്തുന്നു. അതിനാൽ മൂന്നാമത്തെ ദൈവിക വ്യക്തിയായ പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഘടകമായി എന്നും പരിഗണിക്കപ്പെടുന്നു. അപ്പൊ എത്ര ദൈവമുണ്ട്? ഒന്നാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഏകാന്തനായിരിക്കും. രണ്ടാണെങ്കിലുള്ള പ്രശ്നം എന്താ? അകൽച്ചയായിരിക്കും. മൂന്നാമത്തെ ആളാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്തിച്ചോളും? സീറ്റിംഗ് ആക്കി ഇവര് കൊണ്ടു നടന്നോളും എന്നാണ് ഈ ഹോളി ട്രിനിറ്റിയിലെ 65-66 പേജിൽ പറയുന്നത്. ഇനിയും തീർന്നില്ല. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്കർ മാത്രമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാർ, ഇവിടെ പ്രസംഗിച്ച ഈ ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഈ ഇന്നലത്തെ മഴയ്ക്കുണ്ടായി എന്ന് പറയുന്നത് പോലെ 18-19 നൂറ്റാണ്ട് ഉത്ഭവം കൊണ്ട ആളുകളാണ് ഈ പറയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റുകാർ.
കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ക്രൈസ്തവർ എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെ 15-ാം നൂറ്റാണ്ട് വരെ. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ അവരുടെ ഒരു റിഫോർമേഷനൊക്കെ നടന്ന് പിന്നെ പൊട്ടിയാണ് ഈ പറയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റുകാർ ഇന്നലെ മഴയ്ക്ക് ഉണ്ടായത്. ഈ പറയുന്ന കത്തോലിക്കർ, ഈ ആധികാരികമായ കത്തോലിക്ക സഭ ആ പുസ്തകത്തിന്റെ തന്നെ 66ഉം 67 പേജിൽ പറയുന്ന കൺസെപ്റ്റാണ് ഈ ലോകത്തെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവർ പറയുന്നത് എന്താണ്? ഈ ലോകത്തുണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ഒരു ദൈവം എന്ന സങ്കല്പമാണ്. കാരണം എന്താ? പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയായ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഏകനായ ദൈവത്തിലുള്ള വിശ്വാസത്തോട് ഒത്തുചേർന്ന് നിൽക്കുന്നത് സമൂഹത്തിനും രാഷ്ട്ര ജീവിതത്തിനും സഭയ്ക്കും അപകടകരമാണ്. ഒറ്റ ദൈവം എന്നുള്ള കൺസെപ്റ്റ് സമൂഹത്തിൽ പ്രശ്നം, സഭയിൽ പ്രശ്നം, രാഷ്ട്രത്തിൽ പ്രശ്നം. കാരണം എന്താ? എന്നിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ ഈ പുസ്തകത്തില് ഉടനീളം ഇദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് രാഷ്ട്രങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ സ്വേച്ഛാധിപതികൾ ഉണ്ടായത്. ഒരൊറ്റ ദൈവം തന്നെ ലോകം മുഴുവൻ അടക്കി ഭരിക്കുക എന്നുള്ള കൺസെപ്റ്റ് സ്വേച്ഛാധിപതിയുടെ തലയിലോട്ട് കയറിയപ്പോഴാണ് ലോകം മുഴുവൻ അടക്കി ഭരിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആർക്കുണ്ടായത്? മനുഷ്യന്മാർക്കുണ്ടായത്. ഇനി രണ്ടാമത് ഇത് സമൂഹത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? ഇനി മതത്തിൽ എങ്ങനെയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ദൈവം ഒന്നേ ഉള്ള കൺസെപ്റ്റ് മതക്കാരന്റെ തലയിലോട്ട് കയറിയപ്പോൾ മതക്കാരൻ എന്ത് ചെയ്തു? ഞാൻ ഒരു മതവും എന്റെ കീഴിൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടാനുള്ള ശ്രമത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് എന്ത് ചെയ്തു? ഈ പ്രശ്നമുണ്ടായി. ഏത് സ്വാധീനം? ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അവരിലുണ്ടാക്കിയ പ്രശ്നമാണത്. മൂന്നാമത് പുള്ളി പറയുന്നത് കുടുംബത്തിലുണ്ടാക്കിയ പ്രശ്നം എന്താ? കുടുംബത്തിലൊരു കാരണവർ മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്താ? ഏകദൈവ വിശ്വാസമാണ്. പിന്നെ നാലാമത് പുള്ളി പറയുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഭർത്താവിനൊരു അധികാരം എടുക്കാനുള്ള ഒരു പവർ, അല്ലെങ്കിൽ ഒരു പിതാവിന് എല്ലാവരെയും അടക്കി ഭരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടാവാനുള്ള കാരണം ഏതാ? ഏകനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. പക്ഷെ എന്തായിരുന്നു വിശ്വസിക്കേണ്ടത്? ഒരു ദൈവത്തിലല്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കണം? 3 ദൈവങ്ങളുണ്ട്. അവർ തമ്മിൽ നല്ല കൂട്ടായ്മയിലാണ് ജീവിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും വിട്ടുവീഴ്ച ചെയ്തും സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും മതത്തിലും രാഷ്ട്രത്തിലും ഒക്കെ എന്ത് ചെയ്തേനെ? ഉണ്ടായേനെ. അപ്പൊ എത്രത്തോളം ഇവർക്ക് ഏകദൈവ വിശ്വാസത്തോടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കൂ. തീർന്നോ? ഇതേ പുസ്തകത്തിന്റെ 72-ാം പേജിൽ കാണാം. അവർ പറഞ്ഞു കേട്ടോണം. അനന്തമായും നിത്യമായും പരസ്പരം സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മ ആണ് ദൈവം എന്ന് അറിയുന്നത് വഴി. കണ്ടോ? അനന്തമായും നിത്യമായും പരസ്പരം സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് ദൈവം എന്നറിയുന്നത് വഴി ദൈവത്തിന്റെ സൗന്ദര്യവും പ്രഭയും സന്തോഷവും കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏക വ്യക്തിയായ ദൈവം എന്നത് സൗന്ദര്യരഹിതവും സന്തോഷരഹിതവുമായ അവസ്ഥയായിരിക്കും. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രശ്നം എന്താ? ഏകദൈവ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് ഏകാന്തനായിട്ട് ആരും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാതെ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന തരത്തില് വളരെ സന്തോഷരഹിതവും ഒരു സൗന്ദര്യമില്ല, ഒരു പ്രഭയില്ല. പക്ഷെ കൂട്ടായ്മ എന്ന് പറഞ്ഞാലോ നല്ല സന്തോഷവും പ്രഭയും ഒക്കെ തിരിച്ചു കിട്ടുന്ന വല്ലാത്തൊരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇനി തീർന്നില്ല. ഇനി അവർ പറയുന്നുണ്ട്, ബൈബിളിൽ നിന്ന് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്
അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ, അതായത് യേശുക്രിസ്തുവിന് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ തമ്മിൽ വളരെ വലിയ സ്നേഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള ഐക്യവും കൂട്ടായ്മയും കാരണം അവർ പറയുന്നത് അവരിലുള്ള അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവരുടെ രീതി എന്ന് പറയുന്നത് പരസ്പരം അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു. അതേപോലെ തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം കൂടെ പൊതു ഖജനാവാക്കിക്കൊണ്ട് ഒരു ബൈത്തുൽ മാൽ പോലെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് ഈ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അവർ പറയുന്നത്, സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ, ഈ പേജിന്റെ 86-87 പേജിൽ ഇവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ കാണുന്ന ക്രിസ്തീയ സമൂഹത്തിൽ ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ ക്രൈസ്തവർ പരസ്പരം സഹകരിച്ചിരുന്നു. അവിടെ സ്നേഹം ഇത്രയും ശക്തമായ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തെങ്കിൽ തൃത്വത്തിൽ അത് എത്രമാത്രമായിരിക്കും? സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ഇത്രയും സ്നേഹമായിരുന്നെങ്കിൽ തൃത്വമായ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ഇടയിൽ എത്ര വലിയ സ്നേഹം ഉണ്ടായിരിക്കും? എന്നിട്ട് അദ്ദേഹം അവർ വിശദീകരിക്കുകയാണ്. വിശുദ്ധ അഗസ്തിനോസ് എന്ന് പറയുന്ന ഇവരുടെ പണ്ഡിതൻ പറയുന്നു, നിരവധി ആത്മാക്കളെ ഒന്നാക്കി തീർക്കത്തക്ക വിധം അത്ര വലിയ സ്നേഹം ഭൂമിയിലും മനുഷ്യ വ്യക്തികളിലും ഉണ്ടെങ്കിൽ ഒരിക്കലും വേർതിരിയാത്ത പിതാവും പുത്രനും തമ്മിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാതെ പോകുന്നത് എങ്ങനെ? മനുഷ്യന്മാരുടെ തന്നെ ഇത്ര വലിയ സ്നേഹമാണ് എന്നെന്നും കൂടെ നിൽക്കുന്ന ഇവർ തമ്മിൽ എന്ത് സ്നേഹമായിരിക്കും? അങ്ങനെ ഒരു സ്നേഹം അത് അവരെ ഒരേ ഒരു ദൈവമാക്കി മാറ്റുകയില്ലേ? മനുഷ്യന്മാരെല്ലാവരും പരസ്പരം സ്നേഹിച്ച് ഒറ്റ മനുഷ്യനായി മാറുമെങ്കിൽ, അവർ തമ്മിൽ ഏക മനസ്സോടെ ആകുമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ഇടയിലുള്ള സ്നേഹം മൂലം അവർ എന്തായി മാറുകയില്ലേ? ഒരു ദൈവമായി മാറുകയില്ല. എങ്ങനെ ദൈവമായത്? ഒരു ദൈവം അസ്തിത്വത്തിലല്ല ഒന്നായത്, പിന്നെ എവിടെയാ? സ്നേഹത്തിൽ അവരെല്ലാം കൂടെ എന്തായി? ഒന്നായി. അനിർവചനീയവും അത്യുത്പാദവുമായ ഒരു ഐക്യത്തിലൂടെ വ്യത്യസ്ത വ്യക്തികൾ ഒന്നായി തീരുന്നു. വ്യക്തികൾ രണ്ടു ദൈവങ്ങളായി തീരുകയല്ല, ഒരേ ദൈവമായി തീരുകയാണ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഭയങ്കര സ്നേഹം കാരണം ഇവരെന്തായിട്ട് മാറും? ഈ 3 ദൈവങ്ങൾ ഉണ്ടെങ്കിലും ഇവരെന്തായിട്ട് മാറും? ഒറ്റ ദൈവമായിട്ട് തന്നെ മാറും. ഇനിയും കാണാം ഇതേ പുസ്തകത്തിന്റെ 61 പേജിൽ ക്രൈസ്തവ വിശ്വാസം എന്താണെന്നും യഹൂദന്മാരുടെ വിശ്വാസം എന്താണെന്നും മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണെന്നും കൂടെ അവർ എഴുതുന്നത് കാണാം. പേജ് 61 കാണാം, അടിസ്ഥാനപരമായി ദൈവം ഏകനാണ്. ശ്രദ്ധിച്ചോ, അടിസ്ഥാനപരമായി ദൈവം ഏകൻ. എന്തെന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിന്റെയും യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസം ഇതാണ്. ആരെയൊക്കെയാണ്? പഴയ നിയമത്തിന്റെ, യഹൂദരുടെ, മുസ്ലിങ്ങളുടെ 3 പേരുടെ വിശ്വാസം ഇതാണ്. പൊതുവെ ക്രൈസ്തവരുടെ വിശ്വാസം ഇത് തന്നെ. പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം ഇതൊക്കെ തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ അവിടെ നിൽക്കരുതെന്നാണ് ഇവർ പറയുന്നത്. ഒരുവന്റെ ഏകാഗ്രതയിൽ നിന്നും 3 ദൈവിക വ്യക്തികളുടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കൂട്ടായ്മയിലേക്ക് നാം മുന്നോട്ട് പോകണം. എവിടെ നിന്നാ പോരാ? പഴയ നിയമത്തിന്റെ അവസ്ഥയിൽ നിന്നും, അതേപോലെ തന്നെ പഴയ നിയമത്തിൽ മോശപ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത നിയമത്തിൽ നിന്നും, അവരിൽ നിന്ന് പഠിച്ച യഹൂദ സമൂഹത്തിന്റെയും അതേപോലെ തന്നെ നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെയും വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. സാധാരണക്കാരായ ലേമാൻ ക്രിസ്ത്യൻസും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒന്നും അറിയാത്തവർ. പക്ഷെ അത് പോരാ. അതെന്ത് പറയണം? ഇവരെന്ത് ചെയ്യണം? ഒരുവന്റെ ഏകാഗ്രതയിൽ നിന്നും, ഒരു ദൈവം എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ നിന്നും 3 ദൈവിക വ്യക്തികളുടെ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കൂട്ടായ്മയിലേക്ക് നാം മുന്നോട്ട് പോകണം. 3 പേരടങ്ങിയ ഒരു ദൈവത്തിലോട്ട് പോകണം. ആദിയിൽ തന്നെ വൈവിധ്യത്തിന്റെ സമ്പന്നതയോടുകൂടി ഒരു ദൈവിക വ്യക്തി ഇതര വ്യക്തികൾക്ക് സ്വയം സമർപ്പിക്കുന്ന പ്രകാശമാനമായ ഐക്യത്തോടുകൂടെ വിവിധ വ്യക്തികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടുണ്ടായിരിക്കേണ്ടത്? തികച്ചും ഒരു ദൈവത്തെക്കുറിച്ചിട്ടല്ല. പണ്ട് തന്നെ ഈ ദൈവങ്ങളുടെ പരസ്പര വിട്ടുവീഴ്ചയുടെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒക്കെ വലിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. എന്നിട്ട് ഇവരുടെ ഏകദൈവ വിശ്വാസമാണോ? നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏകദൈവമേ ഉള്ളൂ എന്ന പ്രസ്താവനയെ ക്രൈസ്തവ വിശ്വാസം നിഷേധിക്കുന്നില്ല. ഞങ്ങൾ അതിനോട് എതിർപ്പൊന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ ഏകത്വം വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ? പുതിയ നിയമത്തിലെ വെളിപ്പെടുത്തൽ അനുസരിച്ച് യഥാർത്ഥത്തിലായിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. ദൈവം നിത്യനാണ്. ദൈവികരായ 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് അത്രമേൽ പരസ്പരം പങ്കുചേർന്നുകൊണ്ട് നിത്യമായി ഐക്യപ്പെട്ടിരിക്കുന്നു. 3 ദൈവിക വ്യക്തികളുടെ കൂട്ടായ്മയാണ് നിലനിൽക്കുന്നത്. ഈ കൂട്ടായ്മ ഏകദൈവമാകത്തക്ക രീതിയിൽ അത്ര അഗാധവും അടിസ്ഥാനപരവുമാണ്. 3 ദൈവിക വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഏത് വിശ്വാസം? യഥാർത്ഥ ദൈവത്തിനോടൊപ്പം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ കൂട്ടി ഈ 3 വ്യക്തികളുടെ കൂട്ടായ്മയെ കുറിച്ചിട്ടാണ് എന്ത് വിശ്വാസം പറയുന്നത്? ത്രിത്വൈക ദൈവ വിശ്വാസം. ഇതാണോ യഹൂദന്റെ മുസ്ലിമിന്റെ വിശ്വാസം? അല്ല. സാധാരണക്കാരുടെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതാണ്. പക്ഷെ അവിടെ നിന്ന് നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇനി എങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ ത്രിയേകത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റീസൺ ഫോർ ഡിസീവിംഗ് ട്രിനിറ്റി, ഞാൻ ഈ ത്രിയേകത്വത്തെ കുറിച്ചിട്ട് എറണാകുളത്ത് ഇതേപോലെ ഞാൻ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് തികച്ചും 3 വ്യക്തികൾ അവരുടെ സ്വഭാവത്തിൽ മാത്രമേ ഒന്നാകുന്നു എന്നാണ് ക്രൈസ്തവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഇവിടെ പറഞ്ഞ പ്രബോധകൻ പറഞ്ഞു, യേശുക്രിസ്തുവും ത്രിയേക ദൈവവിശ്വാസം, ത്രിയേക ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നു. തൃത്വത്തിൽ വിശ്വസിക്കുന്ന, തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിലില്ല, തൃത്വം എന്നുള്ള വാക്ക് നമ്മൾ കൊടുത്തതാണ്. നമ്മുടെ ബൈബിളിലെ ദൈവ വിശ്വാസത്തിന് നമ്മൾ കൊടുത്തതാണ്. ആ പേര് എല്ലാ പേരും പോലെ അപൂർണമായ ഒരു പേരാണ്. ആ പേരിന് നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് ഒരു വാക്കിനും ചിത്രീകരിക്കാൻ ഒക്കുകയില്ല. യഥാർത്ഥത്തിൽ ഒരു വാക്കിനും ചിത്രീകരിക്കാൻ ഒക്കുകയില്ല. സഭാപിതാക്കന്മാർ പറഞ്ഞതുപോലെ മറ്റൊരു എന്തെങ്കിലും പേര് പറയേണ്ടത് കൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ബഹുത്വമുള്ള ഏകത്വമാണ് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു പദമൊന്നും ബൈബിളിലില്ല. അത് പിന്നെ ഉണ്ടാക്കിയതെന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ നല്ലൊരു പേര് ഈ സാഹചര്യങ്ങളോട് ഒക്കുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടി പേര് എന്നുള്ള നിലയിലാണ്. ഇത്ര സില്ലി അല്ല കാര്യങ്ങൾ, വെറുതെ ഉണ്ടാക്കിയേക്കുന്നതല്ല ഈ പേര്. എന്തിനാണ് ഈ പേരുണ്ടാക്കിയത്? ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു അട്ടിമറിയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടു. ഈ ഹോളി ട്രിനിറ്റി കത്തോലിക്കർ ഇവരാണ് ആധികാരികമായി പറയേണ്ടത്. ഇവരുടെ പുസ്തകത്തിന്റെ 19-20 പേജുകളിൽ കാണാം എന്തിനാണ് ത്രിയേകത്വം ഉണ്ടാക്കേണ്ടി വന്നത്, എന്ത് കാര്യം കൊണ്ടാണെന്നുള്ള കേട്ടോ. ഏകദൈവാരാധനയെ മുറുകെ പിടിച്ചിരിക്കുന്ന വിഭാഗമാണ് യഹൂദർ. യഹൂദർ എങ്ങനെയുള്ള ആളായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. അതിനാൽ ആദിമ നൂറ്റാണ്ടിൽ യഹൂദ മതത്തിൽ നിന്നും ഉത്ഭവിച്ച ക്രിസ്തു മതത്തിലും ഏകദൈവാരാധനയുടെ ശക്തമായ സ്വാധീനമുണ്ട്. യഹൂദ മതത്തിലാണല്ലോ, യഹൂദനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിന്റെ പ്രബോധനം ആ ഏകദൈവ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യഹൂദ മതത്തിന്റെ തുടർച്ചയായിട്ട് ഉത്ഭവിച്ച ക്രിസ്തു മതത്തിന്റെ തുടക്കത്തിൽ എന്ത് സ്വാധീനമുണ്ടായിരുന്നു? ഏകദൈവത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാരണം കൊണ്ടാണ് ത്രിയേകത്വം എന്ന പേര് ഇവർ കണ്ടുപിടിച്ചതെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും സ്ഥാപിക്കുക എന്നിവ അതീവ ദുർഘട സന്ധ്യയെയാണ് സഭാപിതാക്കന്മാർ അഭിമുഖീകരിച്ചത്. എന്താണ്? വളരെ യേശുവിനെയും കൂടെ ദൈവമാക്കുക എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടായത്. ക്രിസ്തു ദൈവമല്ലെന്നും ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്നും വരികയാണെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നേടിയെടുത്ത രക്ഷ അർത്ഥമില്ലാത്ത ഒന്നായിത്തീരും. അവർ പറയുന്നത് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്ന് മാത്രം വിശ്വസിച്ചതിന് ശേഷം ആ യേശുവിലൂടെയാണ് എന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രക്ഷിച്ചു എന്നവർ പറയുന്ന വികലമായ കാഴ്ചപ്പാട് വരും. കാരണം സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ രക്ഷ സാധ്യമാക്കുന്നത് എങ്ങനെ? വീണ്ടും ക്രിസ്തു, ഇനി രണ്ടാമത് വീണ്ടും ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഏകദൈവാരാധനയിൽ നിന്നുള്ള അകൽച്ചയായിരിക്കും ഫലം. അപ്പൊ രണ്ടാമത് ഇനിയിപ്പോ ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവർ പറയും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായി നിങ്ങൾക്ക് 2 ദൈവമുണ്ടെന്ന് പറയും. അതുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്നും എങ്കിലും ദൈവവും ക്രിസ്തുവും 2 അല്ല ഏകദൈവസത്തയിലെ 2 വ്യക്തിപ്രഭാവങ്ങളാണെന്നും സ്ഥാപിക്കേണ്ട ആവശ്യകതയിൽ നിന്നുമാണ് സഭാപിതാക്കന്മാരുടെ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങുന്നത്. എവിടുന്ന തുടങ്ങിയേ? ദൈവം ഒന്നേ ഉള്ളൂ എന്നതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. പക്ഷെ പിന്നീട് ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി ക്രിസ്തുവും ദൈവമാണ്. പക്ഷെ ക്രിസ്തു ദൈവമാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ ആർക്ക് പ്രശ്നം ഉണ്ടാവും? ഏകദൈവാരാധനയിൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിനെ ദൈവമാക്കണം, എന്നാൽ ഏകദൈവ വിശ്വാസം എന്ന് വരുത്തി തീർക്കുകയും ചെയ്യണം. ആ ഒരു ചർച്ചയിൽ നിന്നിട്ടാണ് ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇവർ തുടങ്ങിയത്. ഇനി ഇവരിപ്പോ ചുരുക്കത്തിൽ എന്തേ പറഞ്ഞുള്ളൂ?
ചുരുക്കത്തിൽ എന്തേ പറഞ്ഞല്ലോ, 3 ദൈവിക വ്യക്തികൾ, ആ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇവർക്ക് 3 പേരുടെയും സ്വഭാവം ഒരേപോലെയാണ്. അതേപോലെ ഇവർ തമ്മിൽ നല്ല ഐക്യത്തിലാണ്. ചൂടെ ദൈവശാസ്ത്രം പഠിച്ച ആളുകളുണ്ട് എങ്കിൽ, ചില ആളുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവരിതിൽ ഉപയോഗിച്ച പദങ്ങളുണ്ട്. 3 ദൈവിക ആളത്വങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ ഒരു പേര്, വ്യക്തിത്വങ്ങൾ, ആളത്വങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു ഹ്യൂപ്പോസ്റ്റാസിസ് എന്നൊരു പദം ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ ആളത്വം. പേടിക്കൊന്നും വേണ്ട, ഹ്യൂപ്പോസ്റ്റാസിസ് എന്ന് വെച്ചാൽ ആളത്വം. അത് 3. രണ്ടാമത് ഇവർ പറഞ്ഞു ഇവരുടെ 3 പേരുടെ സ്വഭാവം ഒന്നാണ്. അതിനിവർ പറഞ്ഞ സ്വഭാവം എന്ന പദത്തിന് ഇവർ പദം കൊണ്ടുവന്നു ഊസിയ. അത് ഹോമോയാണ്. എന്ന് വെച്ചാൽ ഊസിയ, 3 പേരുടെയും അടിസ്ഥാന സിഫത്ത് 3 പേർക്കും ഒന്നാണ്. ഹോമോ ഊസിയ 2. രണ്ടാമത്തെ പദം. മൂന്നാമത് ഇവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര അഗാധമായ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവരൊരു പദം ഉപയോഗിച്ചു, പെരിക്കോറസിസ്. ഈ 3 പദങ്ങൾ ഇട്ടുള്ള കളികളാണ്. ഈ പുസ്തകങ്ങളൊക്കെ സാധാരണക്കാരൻ വായിച്ചാൽ, ഈ ദൈവശാസ്ത്രം ഒന്നും സാധാരണക്കാരൻ വായിച്ചാൽ അവരൊന്നും മനസ്സിലാവില്ല. സാധാരണക്കാരൻ വായിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അവനെ ഒന്നും മനസ്സിലാകാതെ പുസ്തകം അടച്ചു വെച്ച് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇതിൽ നല്ല വൃത്തിക്ക് എഴുതിയതിനു ശേഷം ഒന്നുകൂടെ വായിച്ചു നോക്കും. ഒന്നും മനസ്സിലാകത്തില്ലാന്ന് ബോധ്യപ്പെട്ടാലേ പ്രസിദ്ധീകരിക്കുള്ളൂ എന്ന് തോന്നുന്നു. എത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാമോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി എഴുതുള്ളൂ. ഇനിയും ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ, പ്രൊട്ടസ്റ്റന്റിന്റെയും കത്തോലിക്കരുടെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ത്രിയേക ദൈവവിശ്വാസത്തിന് പറയുന്ന ഉപമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എസ് ജി ഗിൽബർട്ട്, അതായത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ അവതാരികയോട് എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിനകത്ത് എസ് ജി ഗിൽബർട്ട് എന്ന് പറയുന്ന ദൈവശ്രദ്ധ, ഒരാളെ തിയോളജിയിൽ തന്നെ മേടിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന ഉദാഹരണം, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇനി മുട്ട പറയാൻ പറ്റില്ലല്ലോ. മുട്ട പറയാൻ പറ്റുമോ? ആപ്പിൾ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഇപ്പൊ പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ ക്രൈസ്തവ പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവത്തിന്റെ ഉദാഹരണമാണ് ഇവരുടെ കയ്യിലുള്ളത്, മുപ്പിരിച്ചരട്. എന്താണ് മുപ്പിരിച്ചരട് എന്നാണ് പറയുന്നത്? 3 പിരിയുള്ള ഒരു ചരട്. അതുകൊണ്ട് ഇവർ പറയാണ് ഒരു ചരടായിട്ട് എടുത്താൽ ഇത് എത്രയാണ്? 1 ഉള്ളൂ. ഇത് 3 കുത്തി കയറ്റി വെച്ചാൽ എത്ര ചരടേ ഉള്ളൂ? എന്നാൽ ഇത് ഓരോന്നും എത്ര ചരടാണ്? 3 ചരടാണ്. അച്ഛാ, ഒരു ചരടല്ല, 3 ചരട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹത്തിലിരിക്കുന്നു. മുപ്പിരിച്ചരട്. ഇനിയിപ്പം കൃത്യത്തിന് ഉദാഹരണം പറയേണ്ട ഉപമ ഇതാണ്, മുപ്പിരിച്ചരട്. ഇനി ആ ചരടിന്റെ നാരും കൂടെ എടുക്കാമെങ്കിൽ നമുക്ക് ഹൈന്ദവ വിശ്വാസം കൂടെ പറയാം. കാരണം കുറെ കൂടെ ഉണ്ടല്ലോ. നാരിനെയും കൂടെ എടുത്ത് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബഹുദൈവ വിശ്വാസങ്ങൾ 30 കോടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പ്രയോഗമാണ് ഈ മുപ്പിരിച്ചരട്. ഇനി രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഉപമ കാണാം 236-ാം പേജിൽ. അദ്ദേഹം പറയുന്നത് സ്വർണം കൊണ്ട് 3 വിഗ്രഹം ഉണ്ടാക്കി. ഒരേ സ്വർണം കൊണ്ട് 3 വിഗ്രഹം. ഒന്നാമത്തേതിന് പിതാവിന്റെ രൂപം, രണ്ടാമത്തേത് മകന്റെ രൂപം, മൂന്നാമത്തേത് വേലക്കാരന്റെ രൂപം എന്ന് കരുതുക. 3 രൂപങ്ങൾ യഥാർത്ഥത്തിൽ ജീവനുള്ള വ്യക്തികൾ എന്ന് സങ്കല്പിക്കണം. 3 രൂപങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ജീവനുള്ളതാണെന്ന് സങ്കല്പിക്കണം. അവർ 3 ഒരേ സമയം 3 പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവർ 3 വ്യക്തികളാണ്. മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് അവർ 3 ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒരേ സ്വർണം കൊണ്ടാണ്. അങ്ങനെ അവർ തത്വത്തിൽ അഥവാ സാരാംശത്തിൽ ഒന്നാണ്, എന്നാൽ ആളത്തത്വത്തിൽ 3 എന്ത് മനസ്സിലാക്കി? ഒരേ സ്വർണം കൊണ്ട് 3 വിഗ്രഹം. ആളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? 3 എന്ന് പറയണം. സാരാംശം ചോദിച്ചാൽ 1 പറയണം. 3 പേരെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സ്വർണം കൊണ്ടോ? ഒരേ ക്വാളിറ്റി. 916 എങ്കിൽ 916 ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 ദൈവം. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതാണോ മോശയും യേശുവും പഠിപ്പിച്ച ദൈവവിശ്വാസം? ഇതാണോ യഹൂദന്മാരുടെ വിശ്വാസം? ആണോ? അല്ല. യഥാർത്ഥ ദൈവത്തിനോടൊപ്പം 2 പേരെയും കൂടെ പങ്കുവെച്ചു എന്ന് പറഞ്ഞത് ഇതിന് തന്നെയാണ്. ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി 3 ഇനോവ ഇറക്കി വിചാരിക്കാം. നമുക്ക് എന്ത് പറയാം? ഒരു കമ്പനി 3 ഇനോവ ഇറക്കി. ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എത്ര ഇനോവ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? 3 ഇനോവ. കാരണം എന്താ? ഇനോവ മൊത്തം 3 ഉണ്ടെങ്കിലും 3ന്റെ ക്വാളിറ്റി എങ്ങനെയാ? അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നു, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും 5 കസേര ഇട്ടേക്കുന്നു. ഒരേ സാധനം, ഒരേ തേക്ക് കൊണ്ട്, ഒരേ ആശാരി പണിത, ഒരേ തടി. നമ്മൾ ക്രൈസ്തവരോട് ചോദിക്കുകയാണ്, ഇത് എത്ര കസേരയുണ്ട്?
പഞ്ചേക കസേര എന്ന് പറയുമോ? കസേര ചോദിച്ചാൽ എത്ര പറയുള്ളൂ? 5. ക്വാളിറ്റി ചോദിച്ചാലോ എല്ലാം ഒരേ തടിയാ അല്ലേ? 4 എണ്ണത്തിന്റെ കാര്യം ചോദിക്കുകയാണ് ഇതേപോലെ 4 കസേര. ഇത് എത്ര കസേരയുണ്ട്? ക്രൈസ്തവർ എന്ത് പറയും? 4 കസേര. അതോ ചതുരേക കസേര എന്ന് പറയോ? ഇല്ല. എന്നാൽ തൃപ്തി ചോദിക്കുമ്പോൾ മാത്രം എന്തിനാണ് 3 കൂടിയോ 1 ദൈവം എന്ന് പറയുന്നേ? അത് നേരത്തെ ഇവര് പറഞ്ഞ ഒരർത്ഥം എന്താ? ക്രിസ്തു ദൈവമാണെന്ന് വരുത്തണം, എന്നാൽ ബഹുദൈവത്വം ഉണ്ടെന്ന് പറയാനും പറ്റൂല. കേൾക്കുന്നവനെ എന്ത് ചെയ്യാം? ഒരാൾ ചോദ്യം ചോദിക്കുന്നവൻ എന്ത് ചെയ്യാം? ഞാൻ അന്ന് എറണാകുളത്തൊരു ഉദാഹരണം പറഞ്ഞു. ഒരു കടയിൽ കയറി ഒരു മനുഷ്യൻ ഒരു ചായക്കടയിൽ കയറി 3 പഴം കഴിച്ചു. ഒരു കൊലയിലെ 3 പഴം കഴിച്ചു. ആ പഴം കഴിച്ചിട്ട് ഈ മനുഷ്യനെ ഇറങ്ങി വരുന്ന ക്യാഷ്യർ കൗണ്ടറിന്റെ അവിടെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാഷ്യർ ചോദിച്ചു, എത്ര പഴം കഴിച്ചു? ഇയാൾ പറഞ്ഞു 1 പഴം. അപ്പൊ ക്യാഷ്യർ അകത്തോട്ട് പോയിട്ട് 3 പഴത്തൊലി കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, 3 പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇത് 3 പഴമാണെങ്കിൽ സാരാംശത്തിൽ ഇത് 1 പഴമാണ് എന്ന് മാത്രമല്ല, ഈ 3 പഴം മാത്രമല്ല, ആ പഴക്കൊലയിലെ മുഴുവൻ പഴം കഴിച്ചാലും എനിക്ക് എത്ര പഴമെന്ന് പറയാം. കാരണം എന്താ? നമ്മൾ ചോദിച്ചത് എത്രയെന്ന ഈ ചോദ്യം ഉള്ളിൽ അങ്ങ് വീഴും. നിങ്ങൾക്ക് 3 ദൈവം, നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ക്രൈസ്തവരായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിക്കും, പാസ്റ്റർ പിതാവ് ദൈവമല്ലേ? ആണ്. പുത്രൻ ദൈവമല്ലേ? അത്. പരിശുദ്ധാത്മ ദൈവമല്ലേ? അതെ. അപ്പൊ 3 ദൈവം ഇല്ലേ? അപ്പൊ പാസ്റ്റർ 3 പറയണം അല്ലേ? പാസ്റ്റർ ചോദ്യത്തെ വിഴുങ്ങിട്ട് പറയും, അവർ ആളത്തെ 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ 1 നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ഈ സാരാംശം? അല്ലെ അവർ പറയും സാരാംശം എന്ന് വെച്ചാൽ എസൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ എസൻസ്? എസൻസ് എന്ന് വെച്ചാൽ നേച്ചറാണ്. നേച്ചർ ഇത് എങ്ങനെ ഒന്നായി എന്ന് ചോദിക്കുന്നതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് പറയാതിരിക്കാനുള്ള ശ്രമമാണ് ഇത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകമൊക്കെ എഴുതുന്നത് എന്തിനു വേണ്ടിയാ? ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ ആളുകൾക്ക് ഏറ്റവും അവസാനം എന്ത് മനസ്സിലാവരുത്? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. കാരണം എന്താ? അതിന്റെ 3 പേര് ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സിഫത്തുകൾ ഒന്നാണ്. പിന്നെന്താ? അവർ തമ്മിൽ ഐക്യത്തിലൊന്നാണ്. നമ്മൾ ചോദിച്ചത് ഐക്യം എങ്ങനാ? നല്ല സ്നേഹമാണോ? അതേപോലെ അവരുടെ സിഫത്ത് ഒന്നാണോ എന്നാണോ ചോദിച്ചത്? നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഈ ചോദ്യത്തിന് അവരെന്ത് പറയണം? 3 ദൈവം എന്ന് പറയണം. പക്ഷെ 3 ദൈവം എന്ന് പറയാതെ 1 ദൈവം എന്ന് പറയാം. കാരണം എന്താ? ചോദിച്ച ചോദ്യം മനസ്സിന്റെ ഉള്ളിൽ വിഴുങ്ങി. എന്താ? എത്ര ആണെന്ന് നമ്മൾ ചോദിച്ചു, ആ ചോദ്യം അങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഉള്ളിൽ വേറൊരു ചോദ്യം ഉണ്ടാക്കി. എന്താ? എങ്ങനെയുള്ള ദൈവങ്ങളാ? 1 ചോദ്യം. നമ്മുടെ ചോദ്യത്തിന് എന്ത് മറുപടി? അപ്പം ഇനി 3ാമത്തെ ഉദാഹരണം, ഈ സുശീലൻ സാറ് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 159. ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടാവും. എന്നാൽ തന്നെയും നാം ബാങ്കിനെ ഒരു ബാങ്കിൽ തന്നെ വിളിക്കുള്ളൂ. ഒരു ബാങ്കിൽ പലര് ജോലി ചെയ്യുന്നു, പക്ഷെ ബാങ്ക് എത്രയേ ഉള്ളൂ. കാരണം എന്താ? ഇവര് എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ, ഒരേ ഐക്യത്തിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. രണ്ടാമത് ഇദ്ദേഹം പറയുന്നു, ഒരു കുടുംബത്തിൽ 3-4 ആളുകളുണ്ട്, പക്ഷെ എത്ര കുടുംബമെന്ന് പറയും? എത്ര കുടുംബമെന്ന് പറയും? ഒരു കുടുംബമെന്നേ പറയുള്ളൂ. കാരണം എന്താ? ആകെ ഇവരെല്ലാവരും നല്ല സ്നേഹത്തിലാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന വഴി ഒന്നും ഇവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഏകദൈവ വിശ്വാസമല്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാനല്ല ഇവർ ശ്രമിക്കുന്നത്. മോശയും യേശുക്രിസ്തുവും പഠിപ്പിച്ചതൊന്നുമല്ല ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ചിട്ട് സഭ ഉണ്ടാക്കിയെടുത്ത, അവരുടെ പുരോഹിതന്മാർ ഉണ്ടാക്കിയെടുത്ത വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇനി 3 ദൈവമുണ്ട്, ഒരേപോലുള്ള 3 ദൈവങ്ങൾ. ഇനി തീർന്നില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ ഏറ്റവും അവസാനത്തെ ഒരു ആയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയോടെ നമുക്ക് ചെയ്യാം. ഈസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ ആരാധിച്ചു എന്ന് പറയുന്ന വിഷയം, അതിനെക്കുറിച്ചിട്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധിച്ചു.
വേണമെങ്കിൽ നശിപ്പിക്കാമായിരുന്നു എന്ന് പറയാണ്. അതേ 5-ാം അധ്യായം 72-ഉം 73-ഉം പറയാണ്, അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളാണ്. ഈ ഏത് മൂവരെ പറ്റിയായി പറയുന്നത്? പിതാപുത്ര പരിശുദ്ധാത്മാവരാണോ? നമ്മൾ മൂവരെന്നൊന്നും അല്ല പറയുന്നത്. നമ്മളങ്ങനെ പറയുന്നില്ല. അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് ഞാൻ വരുന്നുണ്ട്. ആദ്യം ദൈവപുത്രൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് ത്രിയേക ദൈവത്തിന്റെ ബഹുത്വമുള്ള ഏകത്വം, ആ ബഹുത്വത്തെ ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് ഏകത്വം നമ്മൾ നിഷേധിച്ചു. ബഹുത്വത്തിൽ ഏകത്വം ഉണ്ടെന്ന് പറയുമ്പോൾ ബഹുത്വത്തെ എടുത്ത് കാണിച്ചിട്ട് ഏകത്വം നിഷേധിക്കുന്നു എന്ന് പറയുന്നവരുടെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മൾ പുറകെ വരുന്നുണ്ട്. ആദ്യം ദൈവപുത്രൻ എന്നുള്ളതൊന്ന് തീർക്കട്ടെ. അള്ളാഹു മൂവരിൽ ഒരുവനാണ്. നമ്മൾ അധികമൊന്നും വായിക്കണ്ട. അതേ സുര 5:116 പറയുന്നുണ്ട്, എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവേ. അപ്പൊ മൂവരാരാ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ മൂവരാരാ? അല്ലാഹ്, മറിയം, യേശു. ഇതാരെങ്കിലും വിശ്വസിക്കുന്നവരാണ്? ഈ ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല, ഈ ഒരർത്ഥത്തിൽ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ അർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം. രണ്ട് വാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബഹുത്വമുള്ള ഏകത്വം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിമർശിച്ചപ്പോൾ ഈ ബഹുത്വത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അദ്ദേഹം പറയുന്ന ഏകത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്നൊരു പരാതിയാണ് എന്നെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഏകത്വം എന്താ? ഞാൻ പറഞ്ഞു, ത്രിത്വേക ദൈവവിശ്വാസത്തിൽ അവർ പറയുന്ന ഏകം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ കുറിച്ചിട്ടല്ല, നേരെ മറിച്ച് ഒരു കൂട്ടം ദൈവങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹം പറഞ്ഞത്, ഇൻ ദ സെൻസ് ഗോഡ് ഈസ് വൺ, ദൈവം ഒന്നാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻ ദ സെൻസ് ഓഫ് എസൻസ്, ദൈവത്തിന്റെ പ്രകൃതി, ദൈവത്തിന്റെ സിഫത്തുകളുടെ അടിസ്ഥാനത്തിൽ, ഹി ഈസ് ന്യൂമറിക്കലി വൺ, ദൈവം ഒന്നാണ്. ആസ് എ കമ്മ്യൂണിറ്റി, ദൈവം എങ്ങനെ ഒന്നായിട്ടിരിക്കുന്നത്? ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എന്നുള്ള നിലയിൽ. ഇനി അത് രണ്ടാമത് പറയുന്നത് കാണാം, ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഹി ഈസ് ന്യൂമറിക്കലി വൺ ആസ് എ കമ്മ്യൂണിറ്റി ടുഗദർ കളക്റ്റീവ്ലി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാണാം, വിത്തൗട്ട് കൺഫ്യൂഷൻ ഗോഡ് ഈസ് വൺ ഇൻ എ പർട്ടിക്കുലർ സെൻസ്. ദൈവം ഒന്നാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ പ്രത്യേക രീതി എന്താ? ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഗോഡ് ഈസ് വൺ. ദൈവം സത്തയുടെ പേരിൽ അഥവാ സാരാംശത്തിന്റെ ഗുണത്തിന്റെ പേരിൽ ഒന്നാണ്. ആൻഡ് ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺ, എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഹി ഈസ് ത്രീ, ദൈവം മൂന്നാണ്. ബിക്കോസ് ഓഫ് ടു ഡിഫറെന്റ് സെൻസസ് ഇൻ വിച്ച് ഗോഡ് ഈസ് വൺ ആൻഡ് ത്രീ, ദ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി ഈസ് നോട്ട് എ കോൺട്രാഡിക്ഷൻ. അദ്ദേഹം പറയുന്നത് രണ്ട് നിലയിലാണ് ദൈവം ഒന്നാണെന്നും മൂന്നാണെന്നും പറയുന്നത്. ഒന്നാണെന്ന് പറയുന്ന ഏതർത്ഥത്തില്? ദൈവത്തിന്റെ എസൻസിന്റെ പേരിൽ, ഗുണത്തിന്റെ പേരിൽ, സിഫത്തിന്റെ പേരിൽ മൂന്ന് ദൈവങ്ങൾക്കും ഒരേ സിഫത്ത് എന്നുള്ള അർത്ഥത്തിൽ എക്കാതെന്ന് പറഞ്ഞതുപോലെ, ഒരു കൂട്ടം എന്ന് പറഞ്ഞതുപോലെ, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ദൈവം ഏകനാണ്. രണ്ട്, ഇനി ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺ, എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഗോഡ് ഈസ് ത്രീ, മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ഏകത്വത്തെ കുറിച്ച് ഞാനൊന്നും മിണ്ടുന്നില്ല എന്നാ. ഏകത്വം ഞാൻ ആവർത്തിച്ച് മിണ്ടിയിട്ടുണ്ട്. കാണാം, ഏകമെന്ന് പറഞ്ഞാൽ അത് സാരാംശത്തിലുള്ള ഏകമാണ്, അതേപോലെ ഐക്യത്തിലുള്ള ഏകമാണ്. ഇതൊന്നുമല്ല യഥാർത്ഥ ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത് സൂറത്ത് മാഇദയിലെ, വൈദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ എന്ന് പറയുന്ന ആയത്ത് അദ്ദേഹം പറയുന്നത് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് ആരാധ്യരാക്കാൻ ജനങ്ങളോട് പറഞ്ഞത് എന്ന ചോദ്യം. ഈ ചോദ്യം ഇദ്ദേഹം ഉന്നയിച്ചിട്ട് പറയുന്നത്, മറിയം ബീവിയെ ഞങ്ങൾ ആരും ഇലാഹാക്കിയിട്ടില്ല എന്ന്. മറിയം ബീവിയെ ഞങ്ങൾ ആരും ഇലാഹാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആന്റെ തൃത്വത്തിൽ പറയുന്നത് പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം എന്ന്, അതേപോലെ മറിയം ബീവി ഒരു ദൈവവുമാണ് ഈ ആയത്തിന്റെ അർത്ഥവും.
യഥാർത്ഥത്തിൽ തലാഖ പറയുന്ന ഭാഗത്തല്ല മറിയം ബീവിയെ ഇലാഹാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് വേറെ ആയത്തിലാണ്. ഇനി മറിയം ബീവിയെ ഇലാഹാക്കിയിട്ടുണ്ടോ, ആരാധ്യരാക്കിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന കത്തോലിക്ക സുഹൃത്തുക്കൾക്കും അറിയാം. കത്തോലിക്ക സുഹൃത്തുക്കൾ മറിയം ബീവിയെ ആരാധിക്കുന്നുണ്ട്, ദൈവതുല്യരാക്കിയിട്ടുണ്ട്, മറിയം ബീവിയുടെ പേരിൽ ദൈവദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കൂട്ടരാണിവർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലെന്ന്. അദ്ദേഹത്തിന്റെ കൂടെ വാഴക്കുളത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ആമുഖം പറഞ്ഞ വ്യക്തിയുടെ പുസ്തകമാണ് ഫ്രാൻസിസ് കല്ലിങ്കൽ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ കാണാം മറിയം ബീവിയെ കുറിച്ച് ദൈവദൂഷണം പറഞ്ഞിട്ടുണ്ട്. കാരണം മറിയം ദൈവത്തിന്റെ അമ്മയാണെന്നും സൃഷ്ടാവിന്റെ അമ്മയാണെന്നും ഒക്കെ പറയുക വഴി ദൈവദൂഷണം നടത്തി മറിയം ബീവിയോട് തേടുന്നത് വ്യക്തമായ ദൈവമാക്കലാണെന്ന് ഇവരുടെ ആളുകൾ. മഹദിയ ബാബിലോൺ, CV വടവനാട് പുസ്തകം, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും ലഭ്യമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ക്രൈസ്തവരുടെ ഒരു വാദമില്ലാണ്. ഇനി അതും പോരാ, അല്പം കൂടെ തെളിവ് തരാം. ഇത് കത്തോലിക്കരുടെ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ തൃത്വം. ആ പുസ്തകത്തിന്റെ 123 പേജും 124 പേജിൽ കാണാം. ശ്രദ്ധിച്ചോണം, ക്രൈസ്തവർ മറിയം ബീവിയെ ഇലാഹാക്കിയ ഭാഗങ്ങൾ ശ്രദ്ധിച്ചോണം. പുത്രന്റെ കാര്യത്തിൽ എന്നതുപോലെ അരൂപിയുടെ വ്യക്തിപരമായ സാന്നിധ്യത്തെ കാലത്തിൽ അടയാളപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് വ്യക്തമാക്കാനാവില്ലല്ലോ. പുത്രൻ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് യേശു ഭൂമി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ പറയാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. യേശുവിന്റെ പവിത്രമായ മനുഷ്യത്വത്താൽ പുത്രൻ സ്വീകരിക്കപ്പെട്ടു. യേശു ഭൂമി വന്നപ്പോഴാണ് പുത്രൻ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലായത്. ദൈവത്തിന്റെ പുത്രനും ശരീരത്തിൽ നമ്മുടെ സഹോദരനുമായ നസ്രയത്തിലെ യേശുവിൽ മാനുഷിക യാഥാർത്ഥ്യവും ദൈവിക യാഥാർത്ഥ്യവും സംശയങ്ങൾക്കതീതമായി വിഭിന്നതയില്ലാതെ ഒന്നു ചേരുന്ന കൂട്ടായ്മ. അവർ പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ നസ്രയത്തിൽ ജീവിച്ചപ്പോൾ ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും, ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. യേശുവിൽ ഒരേ സമയം മനുഷ്യത്വവും ഉണ്ടായിരുന്നു, ഒരേ സമയം എന്തുണ്ടായിരുന്നു? ദൈവത്വവും മനുഷ്യത്വവും എന്ന് പറയുന്ന രണ്ട് അവസ്ഥ ഒരേ സമയം യേശുവിൽ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നാണ് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്താനാകുമോ? ഇത് ആരെക്കുറിച്ച് മനസ്സിലായി? പുത്രനെ കുറിച്ച് മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, മറ്റു വിശ്വാസ സത്യങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലും പരിശുദ്ധ തൃത്വത്തിലുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ജ്ഞാനത്തെ വർദ്ധമാനമാക്കുന്ന വിധത്തിലും ഒരു ദൈവശാസ്ത്ര സങ്കല്പം ആദരപൂർവ്വം വികസിപ്പിച്ചെടുക്കുവാൻ തീർച്ചയായും ക്രൈസ്തവർക്ക് സാധിക്കും. പുത്രന്റെ കാര്യത്തിൽ വികസിപ്പിച്ചെടുത്തതുപോലെ വേണമെങ്കിൽ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ആരുടെ കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ഇത് മതബോധന ക്ലാസുകളിൽ പഠിപ്പിക്കേണ്ട ആധികാരിക സത്യമല്ല, ഇതങ്ങോട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മെ വെല്ലുവിളിക്കുകയും കൂടുതൽ ആഘാതതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രേരിപ്പിക്കാൻ ചെയ്യുന്ന ദൈവ രഹസ്യങ്ങളെ ഭക്തിയോടെയും ആദരവോടെയും മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ്. അങ്ങനെ ഒരു ദൈവശാസ്ത്രത്തെ സങ്കല്പത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭ ആധികാരികമായി ഇറക്കുന്ന പുസ്തകത്തിൽ കാണാം. മറിയയുടെ അടുക്കൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞ ഭാഗം ഉദ്ധരിച്ചിട്ട് ഇത് പറയാണ്, അരൂപി മറിയത്തിന് മേൽ എഴുന്നള്ളി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ആവസിക്കുമെന്ന പദം അരൂപി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് തന്റെ കൂടാരം മറിയത്തിൽ സ്ഥാപിക്കുമെന്ന അർത്ഥത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അരൂപിയുടെ സ്പഷ്ടമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് ധ്വനി. എന്നിട്ട് പറയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മറിയത്തെ പരിശുദ്ധാത്മാവിന്റെ കൂദാശ എന്നാണ് വിളിക്കുന്നത്. അരൂപിയുടെ സാന്നിധ്യമാണ് മറിയത്തെ മാതാവാക്കി തീർത്തത്. അത് അവളുടെ മാനുഷിക മാതൃത്വത്തെ ദൈവിക മാതൃത്വമായിട്ട് മാറ്റി. എന്തായിട്ട് മാറ്റി? മറിയം ബീവിയുടെ മാനുഷിക മാതൃത്വത്തെ എന്തായിട്ട് മാറ്റി? ദൈവിക മാതൃത്വമാക്കി രൂപാന്തരപ്പെടുത്തി. അതിനാലാണ് അവളിൽ നിന്നും ജനിച്ചവൻ ദൈവപുത്രനായിരിക്കുന്നത്. സുന്നഹദോസ് ഇപ്രകാരം പറയുന്നു, ഒരു പുതിയ സൃഷ്ടിയും പുതിയ സത്തയുമാകത്തക്ക വിധം പരിശുദ്ധാത്മാവ് മറിയത്തെ രൂപപ്പെടുത്തി എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, എന്ന പ്രയോഗം പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയുമായുള്ള അഭേദ്യ ബന്ധത്തെ ഉൾക്കൊള്ളുന്നതാണ്. ആറുകാരിയ മറിയം ബീവിയുടെ കാര്യം. എന്നിട്ട് പറയാണ്, ഇവിടെ സ്ത്രീയുടെ മഹത്വം അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്നു. പുരുഷന്റെ ശ്രേഷ്ഠത യേശുവിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെയാണിത്.
സ്ത്രീയും പുരുഷനും പരിശുദ്ധ തൃത്വത്തിന്റെ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യമാണ്. ലാസ്റ്റ് വരെ ശ്രദ്ധിച്ചോ. രണ്ടു കൂട്ടരും, അതായത് പുത്രൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തു മറിയയുടെ കാര്യം പറഞ്ഞിട്ട് പറയാം, രണ്ടു കൂട്ടരും അവരവരുടേതായ രീതിയിൽ യാഥാർത്ഥ്യമായും സത്യമായും ദൈവത്വത്തിൽ പങ്കുചേരുന്നു. ആരാ? മറിയം ബീവി. മറിയം ബീവിയെ കുറിച്ചിട്ടുള്ള കത്തോലിക്കരുടെ ഇത് സഭയിലൊന്നും ഇത് സ്ഥാപിച്ചൊരു വഴക്കിനും വക്കാണത്തിനും ഒന്നും എന്റെ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് യേശുവിന്റെ കാര്യത്തിൽ വികസിപ്പിച്ചെടുത്തതുപോലെ വേണമെങ്കിൽ ഒരു സാധ്യത. ഇതേ പുസ്തകത്തിന്റെ 120 പേജിൽ അദ്ദേഹം പറയുന്നു, തൃത്വത്തെക്കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പിതാവിന്റെയും പുത്രന്റെയും മധ്യത്തിൽ സ്ത്രീ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള സോളമന്റെ കീർത്തനത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവിനെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ചില സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ മനുഷ്യനായ യേശുവിന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം കന്യാമറിയത്തിന്റെ ഉദരത്തിലാണ് യേശു അവതരിച്ചത്. എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്? ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഇത് തെളിയിക്കാനോ എടുക്കാനോ ഒന്നുമല്ല. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിൽ ഒന്ന് കാര്യമായി പരിശ്രമിച്ചാൽ വേണമെങ്കിൽ മറിയം ബീവിയെയും കൂടെ ഒന്ന് ഇലാഹാക്കാൻ, എന്നുവെച്ചാൽ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്, വെളി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കത്തിൽ ഇവിടെ ഞാൻ വളരെ ദീർഘമായി ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിച്ചു. ഈ വിഷയം അവതരിപ്പിച്ചതിൽ പ്രധാനമായും ഞാൻ പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവം ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നു. ശാസ്ത്രി അത് കേട്ടിട്ട് പറയുന്നു, യേശുക്രിസ്തു പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസം, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ശാസ്ത്രി മറുപടി പറയുന്നു. അദ്ദേഹത്തിന്റെ മറുപടി പരിപൂർണമായും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു അല്ലാത്ത മറ്റൊരു ദൈവത്തെ കാണിച്ചു കൊടുത്തു. വേറെ സ്ഥലത്ത് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാം. യേശുക്രിസ്തു പറഞ്ഞു, ഏക സത്യദൈവമായ നീ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളം യേശുക്രിസ്തു മറ്റൊരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിനോട് സബദി എന്ന് പറയുന്ന ആൾ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, എന്റെ ഒരു മകനെ നിന്റെ ഇടതിരുത്തണം, എന്റെ ഒരു മകനെ നിന്റെ വലതിരുത്തണം എന്ന് പറഞ്ഞു. എവിടെയാ? ഭൂമിയിലല്ല. നിന്റെ മഹത്വത്തിന്റെ നാളിൽ ഇടതും വലതും ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അത് എന്റെ അധികാരത്തിലിരിക്കുന്ന കാര്യമല്ല, പിതാവ് ആർക്കിച്ചിരിക്കുന്നു അവർക്കാകുന്നു അത് ലഭിക്കുന്നത്. നേരത്തെ ഷമീർ മന്ത്രി സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവോട് ചോദിച്ചു, അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, ആ നാഴികയെ കുറിച്ചിട്ടോ ആ മണിക്കൂറിനെ കുറിച്ചിട്ടോ എനിക്ക് അറിയുകയില്ല, ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് ഉടനീളം പഠിപ്പിക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ശക്തമായി പ്രബോധനം ചെയ്യുകയും ചെയ്ത യേശുക്രിസ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം ക്രൈസ്തവ സുഹൃത്തുക്കൾ അവരുണ്ടാക്കിയിരിക്കുന്ന ഏക ദൈവവിശ്വാസത്തിൽ ഒരു ഏകം എന്ന പദമുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസമല്ല. അവിടെ പറയപ്പെടുന്ന ഏകം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ കുറിച്ചിട്ടല്ല, അത് ഏകാന്തതയാണ്, അത് സൗന്ദര്യമില്ലാത്തതാണ്, അത് പ്രഭയില്ലാത്തതാണ്, അത് ഒറ്റപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു ദൈവിക വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ചിട്ടാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ ത്രിത്വൈക ദൈവവിശ്വാസത്തിൽ പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല ഈ പറയപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളും, എന്റെ കയ്യിലിരിക്കുന്ന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും ഇനി ഇന്റർനെറ്റിൽ പോയാലും എല്ലാവരും ഒരേ വാദം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ പറയുന്നത് കാണാം, ലഖദ് കഫറ الذين قالوا ان الله ثالث ثلاثه وما من اله الا اله واحد وان لم ينتهوا عما يقولون لا يمسن الذين كفروا منهم عذاب اليم افلا يتوبون الى الله ويستغفرونه والله غفور رحيم. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ പറയുകയാണ്, ക്രൈസ്തവ സമൂഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിട്ടുണ്ട്. നേരത്തെ ജെറി തോമസ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ത്രിയേക ദൈവ വിശ്വാസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശ്വാസം ദൈവം മൂന്നിൽ ഒരാളാണെന്നല്ല. ഇവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവരുടെ തൃത്വത്തിന്റെ നിർവചനമല്ല പറഞ്ഞത്, നേരെ മറിച്ചിട്ട് അവർ തൃത്വത്തിൽ വിശ്വസിക്കുക വഴി അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തെ ഇവർ മൂന്നിൽ ഒരാളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു എന്നതാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ അവരുടെ പുസ്തകങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഏക ആരാധനല്ലാതെ യാതൊരു ആരാധനയും ഇല്ല തന്നെ. അവരാ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആകയാൽ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ. അല്ലാഹു ഏറെ പൊറുക്കുന്നവരാണ്.
ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുക വഴി യേശുവിന്റെ അധ്യാപനത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും അടിസ്ഥാനപരമായി എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏക ദൈവ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ട് അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ആയി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഇന്ന് ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ അവരെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമാക്കിയ ഈ സത്യത്തിലേക്ക് ക്രൈസ്തവ സുഹൃത്തുക്കൾ വരികയും നമ്മൾ അറിയാതെ തന്നെ നമ്മളൊന്ന് വന്നുപോയ ഈ തെറ്റിൽ നിന്നും നമ്മൾ സ്വയം പിന്മാറിക്കൊണ്ട് സത്യത്തിന്റെ പാതയിലേക്ക് വരണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉദ്ദേശം അത് തന്റെ അവസാന വാക്കുകളിൽ മുഹമ്മദ് ഈസ വ്യക്തമായി സൂചിപ്പിച്ചു. ലോകത്തെ ഏറ്റവും പ്രബലമായ രണ്ടു മതങ്ങൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സജാത്യങ്ങളുണ്ട്, സമാനതകളുണ്ട്. ഒരേ പ്രവാചകന്മാരുടെ പരമ്പരയിൽ വിശ്വസിക്കുന്നവരാണ് ഈ രണ്ടു മതങ്ങളും. യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരേ ദൈവത്തിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതുപോലെ ധാരാളം കാര്യങ്ങളിൽ ഐക്യമുണ്ടായിരിക്കെ സമാനതകളുണ്ട്. ഇങ്ങനെ മതങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുഖ്യമായ കാരണം ചില അടിസ്ഥാന ആദർശങ്ങളിൽ വ്യത്യസ്തമായി എന്തുകൊണ്ടാണ്? ആ അടിസ്ഥാന ആദർശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായതാണ് ദൈവവിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം. ഈ ഏകദൈവ വിശ്വാസം യഥാർത്ഥത്തിൽ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്നും പിൽക്കാലത്ത് ഈ വിശ്വാസത്തിന് സഭയുടേതായ വ്യാഖ്യാനങ്ങളിലൂടെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളിലൂടെ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായി എന്നതുമാണ് തന്റെ വിശദമായ സംസാരത്തിൽ മുഹമ്മദ് ഈസ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അല്പം സമയമെടുത്തുകൊണ്ടാണെങ്കിലും സ്വർഗത്തിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അവകാശികളായി തീരേണ്ട ഇങ്ങനെയാണ് ഇത്തരം ഒരു വക്രീകരിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് സഭ കൊണ്ടുപോയത് എന്നത് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. തീർച്ചയായും ഇവിടെ ഈ രണ്ട് പ്രഭാഷണങ്ങളും ശ്രവിച്ച ആളുകൾക്ക് സ്വാഭാവികമായി മനസ്സിലുണ്ടാകാവുന്ന സംശയങ്ങളുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഈ വിശദീകരണം അല്പം നീണ്ടുപോയത് കൊണ്ട് തന്നെ പരമായിട്ടുള്ളൊരു സമയമേ നമുക്ക് ഇന്ന് ഈ ചോദ്യോത്തരത്തിന് അനുവദിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിലും അതിലെ ഏറ്റവും പ്രസക്തമായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപക്ഷെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം നൽകാതിരിക്കുക എന്നത് ശരിയല്ല എന്നതുകൊണ്ടും നമ്മൾ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾക്ക് മാത്രം അവസരം നൽകുകയാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവര് ചില കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കുക. ഒന്നാമതായി, ചോദ്യം ചോദിക്കുന്നവർ അവരുടെ പേര്, സ്ഥലം, കഴിയുമെങ്കിൽ അവർ എന്തു ചെയ്യുന്നു, ഈ കാര്യങ്ങൾ ആദ്യമേ പറയണം. ചോദ്യം നിർബന്ധമായും വിഷയാധിഷ്ഠിതമായിരിക്കണം. ആ വിഷയത്തിന്റെ പുറത്തുള്ള അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയാൻ ശ്രമിക്കരുത്. ചോദ്യം പരമാവധി സംക്ഷിപ്തമായിരിക്കണം, ഏറ്റവും ചുരുക്കിയ. അതുകൊണ്ട് തന്നെ ചോദ്യം പ്രിപ്പയർ ചെയ്ത് മൈക്കിന്റെ മുൻപിൽ വന്നിട്ടല്ല,
പ്രിപ്പയർ ചെയ്യേണ്ടത് മനസ്സിൽ ആ ചോദ്യത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചോദ്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ഉപചോദ്യം അനുവദിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം